വർഷങ്ങൾക്ക് മുമ്പ് പൂർണ്ണമായി 100% ബ്ലൈൻഡായി ഒരു കുട്ടി ജന്മമെടുക്കുന്നു. ആ കുട്ടി സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് കുട്ടികൾ പോലും തള്ളി മാറ്റുന്നു, അങ്ങനെ തള്ളി മാറ്റുന്നു. കാരണം അവൻ അന്ധനാണ്. അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് എവിടെയും ഇടമില്ലാതെ പോകുന്നു. ആ ഇടമില്ലായ്മ അവനെ ഉള്ളോട്ട് വലിക്കുന്നു. പിന്നീട് അവൻ ഹൈസ്കൂളിൽ ചേർന്ന സമയത്ത് അവന് സീറ്റ് പോലും ദൂരത്തായി പോകുന്നു. SSLC ഉന്നതമായ രീതിയിൽ പഠിച്ചപ്പോൾ, മാർക്ക് വാങ്ങിയപ്പോൾ സയൻസിൽ ചേരാൻ വേണ്ടിയിട്ട് മോഹിക്കുന്നു. സയൻസിൽ ചേരാൻ കഴിയില്ല എന്ന് സ്കൂൾ അധികാരികൾ പറയുന്നു. സ്കൂൾ അധികാരികൾ പറയുമ്പോൾ ആ കുട്ടി കോടതിയെ സമീപിക്കുന്നു. കോടതിയെ സമീപിച്ച് ആ കുട്ടി പിന്നീട് അവിടെ നിന്ന് അനുവാദം വാങ്ങി സയൻസിന് ജോയിൻ ചെയ്യുന്നു. കാരണം അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലോജിക്കൽ സെൻസിബിലിറ്റിയാണ്. മാത്തമാറ്റിക്കൽ ലോജിക്കും ജനറൽ ലോജിക്കും ടെക്നിക്കൽ ലോജിക്കും ഇങ്ങനെ വ്യത്യസ്തമായ ലോജിക്കുകളാണ്. എല്ലാ ലോജിക്കും തനിക്കുണ്ടെന്ന് അവൻ +2 എന്ത് ചെയ്യുന്നു? പ്രൂവ് ചെയ്യുന്നു. അങ്ങനെ അവൻ IIT-യിൽ പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഏറ്റവും ടോപ്പ് മാർക്കോട് കൂടി പാസ്സായിട്ട് പോലും ആ കുട്ടിക്ക് IIT-യിൽ സീറ്റ് ലഭിക്കാതെ പോകുന്നു. അവസാനം ഈ ശ്രീകാന്ത് ബല്ല MIT-യിലേക്ക്, മസാച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലേക്ക് മെയിൽ അയക്കുന്നു. MIT IIT-യേക്കാൾ ലോകത്ത് സ്ഥാനമുള്ള MIT ശ്രീകാന്ത് ബല്ലയെ ക്ഷണിക്കുന്നു. ശ്രീകാന്ത് ബല്ല അങ്ങനെ MIT-യിൽ പഠിക്കുന്നു. MIT-യുടെ പഠനം കഴിഞ്ഞ് അദ്ദേഹം ഉന്നതമായ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഒരു വലിയ പദ്ധതി, ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കുന്നു. ആ പ്രോജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ആളുകളെ ആരെയും ക്ഷണിച്ചില്ല. കാരണം ഇന്നത് പറയാനുള്ള കാരണം മറ്റൊന്നു കൂടിയാണ്. അദ്ദേഹം നേരെ മെയിൽ അയക്കുന്നത് സാക്ഷാൽ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തോട് വിട പറഞ്ഞ രത്തൻ ടാറ്റയ്ക്കാണ്. രത്തൻ ടാറ്റ അദ്ദേഹത്തിൻ്റെ പ്രൊജക്റ്റ് ഏറ്റെടുക്കുന്നു. ആയിരക്കണക്കിന് കോടികൾ ഇൻവെസ്റ്റ് ചെയ്തു കൊടുക്കുന്നു. ഇന്ന് ശ്രീകാന്ത് ബല്ല ലോകത്തിലറിയപ്പെടുന്ന ഒരു സുപ്രീം കമ്പനിയുടെ CEO ആയിട്ടിരിക്കുന്നു. കണ്ണ് എന്ന് നിങ്ങൾ വിളംബരം ചെയ്യുമ്പോൾ, കണ്ണില്ലാതെ ജന്മമെടുക്കുകയും കണ്ണില്ലാതെ ലോകത്തിലെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയും ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ സഹായിച്ചിട്ടുള്ള രത്തൻ ടാറ്റയെ സമീപിച്ച് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്ത ആ മനുഷ്യനെ ആദരിച്ചുകൊണ്ടും നമ്മുടെ പ്രിയപ്പെട്ട ഇന്ത്യയുടെ എന്നത്തെയും സഹായിയായിരുന്ന പ്രിയപ്പെട്ട രത്തൻ ടാറ്റയെ സ്മരിച്ചുകൊണ്ടും ഇന്നത്തെ ഈ കോൺവക്കേഷൻ സെറിമണി തുടങ്ങുന്നു. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട്, നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും കണ്ണുണ്ട്. അന്ന് നിങ്ങൾ എന്നെ ഒരു പക്ഷേ പ്രസംഗിക്കാൻ വിളിച്ചാലും എനിക്ക് വരാൻ സമയമില്ല. ഞാനതിൻ്റെ തുടക്കം കുറിച്ച് വെക്കും. നിങ്ങൾ പറയുന്നത് നെതന്യാഹുവിൻ്റെ കണ്ണിനെക്കുറിച്ചാണ്, അദ്ദേഹത്തിൻ്റെ കണ്ണ് കാണുന്നതിനെക്കുറിച്ചാണ്. നെതന്യാഹുവിൻ്റെ കണ്ണ് ഓരോ മനുഷ്യർക്കുമുണ്ട് എന്നതാണ്. നെതന്യാഹുവിൻ്റെ കണ്ണ് നെതന്യാഹുവിന് മാത്രമല്ല, ഏത് ക്രൗര്യഭാവത്തോടു കൂടിയിട്ട് ചിന്തിക്കുന്നുണ്ടോ ആ ചിന്തിക്കുന്ന ഓരോ ആളുകൾക്കും നെതന്യാഹുവിൻ്റെ ഒരു കണ്ണുണ്ട്. മാതാവിനെ നേരെ തുറിച്ചു നോക്കുന്നത് നിങ്ങളുടെ സ്വയം കണ്ണല്ല, അത് നെതന്യാഹുവിൻ്റെ കണ്ണാണ്. ഏതെങ്കിലും ഒരു മനുഷ്യനെ വെറുപ്പോട് കൂടി നോക്കുന്നത് അത് നിങ്ങളുടെ കണ്ണല്ല, അത് നെതന്യാഹുവിൻ്റെ കണ്ണാണ്. അപ്പോൾ നിങ്ങൾ ഭാവിയിൽ ഒരു പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ട് അതിനെക്കുറിച്ചൊരു ആവിഷ്കാരം എന്ന പോലെ എഴുതി അതിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ കുട്ടിക്ക് സമ്മാനം നൽകിക്കൊണ്ട് പറഞ്ഞോട്ടെ, കണ്ണിൽ നിന്നാണ് നമ്മൾ എന്താക്കേണ്ടത്? അകക്കണ്ണിലേക്കുള്ള യാത്രയാക്കേണ്ടത്. കണ്ണ് പുറത്തുള്ളതാണ്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി 3 കണ്ണുകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ തസവ്വുഫ് പഠിക്കണമെന്ന് ഇസ്മായിൽ വഫ സാഹിബ് പറയുമ്പോൾ കണ്ണ് എന്ന് പറയുന്നത് 3 എണ്ണമുണ്ട്. ഒന്ന് ഐനുൽ ജസദ്, മറ്റൊന്ന് ഐനുൽ ഖൽബ്, പിന്നൊന്ന് ഐനുൽ റൂഹ്. അതിന് സിറുണ്ട്, അതിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞാൽ അധികം തിരിയില്ല എന്നതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. ഐനുൽ ഖൽബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൃദയത്തിൻ്റെ കണ്ണാണ്. ആ ഹൃദയത്തിൻ്റെ കണ്ണ് വിടരുമ്പോൾ മാത്രമാണ് സത്യത്തിൽ നമ്മുടെ കണ്ണ് കണ്ണായി തീരുന്നത്. എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണുക എന്ന ഇൻസാനിയത്തിൻ്റെ കണ്ണാണ് ഹൃദയത്തിൻ്റെ കണ്ണ്. എന്നാൽ അള്ളാഹുവിൻ്റെ അസ്റാറുകളെ കാണുക എന്നതാണ് ഐനുൽ ഖൽബിൽ നിന്ന് ഐനുൽ റൂഹിലേക്കുള്ള യാത്ര. ആത്മാവിൻ്റെ കണ്ണ് തുറക്കലാണ്. നിങ്ങളിന്നിവിടെ ഒരു കോൺവക്കേഷൻ സെറിമണി നടത്തുമ്പോൾ, ഈ കോൺവക്കേഷൻ ഇപ്പോൾ എൻ്റെ മകന് കോൺവക്കേഷൻ വരുന്നുണ്ട് അടുത്ത ഡിസംബറിൽ. അതിന് UK-യിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റുമോ എന്ന് മകൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. UK-യിലൊരു ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ BBA കൺക്ലൂഡ് ചെയ്തു.
ആ സെറിമണിക്ക് പാരൻസിനും ഇതേപോലെ ഗൗൺ അണിഞ്ഞ് നിൽക്കാനുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു കോൺവെക്കേഷൻ നടക്കുമ്പോൾ എഡ്യൂക്കേഷൻ്റെ ഓരോ ഭാഗങ്ങളും ഇവിടെ പലരും വിശദീകരിച്ചു. എന്തിനാണ് ഈ കാലിഫ് എന്ന് പറയുന്ന സ്കൂൾ തുടങ്ങിയിട്ടുണ്ടാവുക? നിങ്ങളോട് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ കാലിഫ് എന്നത് ഏത് പദത്തിൽ നിന്ന് വന്നു എനിക്കറിഞ്ഞുകൂടാ. ആ ഒറ്റ വാക്കിൻ്റെ അർത്ഥം ദി റൂളർ എന്നതാണ്, ഭരണാധികാരി എന്നതാണ്, ലീഡർ എന്നതാണ്, അഥവാ നേതൃത്വം എന്നതാണ്. കാലിഫ് എന്നതിൻ്റെ അബ്രിവിയേഷൻ എന്ത്, അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ത്, അതൊന്നും എനിക്കറിഞ്ഞുകൂടാ, ഞാൻ ചോദിച്ചിട്ടുമില്ല. പക്ഷേ ആ പദത്തെ അബ്സല്യൂട്ട്ലി എടുത്തു കഴിഞ്ഞാൽ ദി ലീഡർ എന്നാണ് അർത്ഥം കൊടുക്കുന്നത്. ഖലീഫ എന്ന വാക്കിൽ നിന്നാണ് കാലിഫ് എന്ന് പറയുന്ന പദം ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങളെല്ലാവരും ലീഡേഴ്സാണ്, നിങ്ങളെല്ലാവരും ഈ ഇരിക്കുന്നവർ റൂളേഴ്സാണ്. ഈ റൂളേഴ്സ് ആവുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ഭരിക്കുക എന്നതല്ല. ഇവിടെ ഓരോ കുട്ടികളും കയറുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, ചില കുട്ടികൾക്ക് താളമടി കുറവായിരുന്നു, എന്ന് വെച്ചാൽ കയ്യടി കുറവായിരുന്നു. ഞാൻ അവരെ ആരെയും കുറക്കുകയല്ല. ചില കുട്ടികൾക്ക് ആവേശപൂർവ്വമുള്ള കയ്യടിയായിരുന്നു. അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. സോഷ്യൽ റാപ്പോയുടെ ഫ്രണ്ട്സ് മേക്കിങ്ങിൻ്റെ വ്യത്യാസമാണ്. ഫ്രണ്ട്സ് മേക്കിംഗ് കൂടുന്നവർക്ക് ഉഗ്രനായ കയ്യടി ലഭിക്കും. ഇതേപോലെ തന്നെ ഫ്രണ്ട്സ് മേക്കിംഗ് കുറയുന്നവർക്ക് എന്തായിരിക്കും, ചിലപ്പോൾ അത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാവരോടും ബന്ധമുണ്ടായി പ്രതിഭയായി ഉയർന്നു പോവുക എന്നതാണ്. പഠനത്തിലൂടെ സാധാരണയായിട്ട് നമുക്ക് കിട്ടാറുള്ളത് എന്താണ്? നോളജ് എന്ന് പറയുന്ന സാധനമാണ്. ഒരുപാട് ഇൻഫർമേഷനാണ്. സംസ്കൃതത്തിൽ ഈ ഇൻഫർമേഷൻ വരുന്ന 4 വഴികളെക്കുറിച്ച് പറയുന്നുണ്ട്. ആ വഴികൾ ഇതാണ്, അഥവാ ഓരോ കാൽഭാഗങ്ങളും ഓരോരോ ഭാഗത്തു നിന്ന് വരുന്നു എന്നതാണ്. പാദം എന്നാണല്ലോ കാലിന് പറയുക. പാദമെന്ന് പറഞ്ഞാൽ ചെറിയ പാദമല്ല, അതിൻ്റെ കാൽഭാഗത്തെയാണ് പാദമെന്ന് പറയുക. പാദം എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നത്, പാദമെന്ന് പറയുന്നത് ആചാര്യാൽ പാദമത്രേ, പാദം ശിഷ്യ സ്വമേധയ, പാദം ബ്രഹ്മാചാരഭ്യ, പാദം കാലക്രമേണതു എന്നാണ്. ആചാര്യന്മാരിൽ നിന്ന് കാൽഭാഗമേ നമുക്ക് ലഭിക്കൂ. ആചാര്യന്മാരിൽ നിന്ന് കാൽഭാഗം മാത്രം. നിങ്ങളെ എത്ര അധ്യാപകർ പഠിപ്പിച്ചാലും, അത് നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിച്ചാലും സ്കൂളുകളിൽ പോയി പഠിച്ചാലും, ആകെ നിങ്ങൾക്ക് കിട്ടുന്ന വിദ്യാഭ്യാസത്തിൻ്റെ കാൽഭാഗം മാത്രമേ കിട്ടൂ. കാൽഭാഗം പിന്നെ എവിടെ നിന്നുണ്ടാക്കണം? പാദം ശിഷ്യ സ്വമേധയ, ശിഷ്യൻ സ്വയമാണ് കാൽഭാഗം ഉണ്ടാക്കിയെടുക്കേണ്ടത്. അഥവാ നമ്മുടെ മാനേഴ്സ്, നമ്മുടെ ബിഹേവിയർ, നമ്മുടെ വാല്യൂസ്, നമ്മുടെ ക്യാരക്ടർ, ഇതൊക്കെയും നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അതൊരു സ്ഥാപനം നൽകുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് അതിശയമാണ്. ഈ കാലിഫിൻ്റെ ഇവിടുത്തെ ഈ സ്ഥാപനത്തിൽ വന്നിട്ട് ഈ കോൺവെക്കേഷൻ സെറിമണിയിൽ പങ്കെടുക്കുമ്പോൾ കോൺവെക്കേഷൻ ലഭിക്കുന്ന ഓരോ കുട്ടിയും നടന്നു വരുന്നത്, അവൻ്റെ പോസ്റ്റേഴ്സ്, അവൻ്റെ താളങ്ങൾ, ഇതെല്ലാം കണ്ടിട്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവുക ഇമ്പോസിങ് ആകില്ല. ഓരോ സ്ഥാപനത്തിലും ഇമ്പോസിങ് ആണ് കിട്ടിയതെങ്കിൽ നിങ്ങളുടെ ഈ കയ്യടിക്ക് ഒരിക്കലും ഇത്ര സ്വാധീനമുണ്ടാകില്ല. നിങ്ങൾക്ക് കിട്ടിയത് ഇൻസ്പയറിംഗ് ആയിരിക്കും. മതം ഇന്ന് കൈകാര്യം ചെയ്യുന്ന ഓരോ ആളുകളും, ഞാനടക്കമുള്ള ആളുകൾ, ഇമ്പോസിങ്ങിലാണ് കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ ഇൻസ്പയറിങ്ങിലാണ് കാര്യങ്ങൾ പറയേണ്ടത്. ഇൻസ്പയറിങ്ങിലാണ് നമ്മൾ ഉയർന്നുയർന്നു പോകുന്നത്. ആ ഇൻസ്പിരേഷൻ പല രീതിയിലുണ്ടാകും. ഇൻസ്പിരേഷന് വേണ്ടി പല രീതിയിലും നമുക്കതിൻ്റെ ആംഗിളുകൾ കൊണ്ടുപോകാം. ഈ ലോകത്തിൽ ഏറ്റവും മോശക്കാരനായ ഒരു വ്യക്തിയിൽ നന്മയുണ്ടെങ്കിൽ ആ നന്മ പറഞ്ഞുകൊണ്ട് നമുക്ക് ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാം. ഇപ്പോൾ ഹിറ്റ്ലറെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത് നെഗറ്റീവാണ്. പക്ഷേ ഹിറ്റ്ലർക്ക് ഒരുപാട് പോസിറ്റീവ് ഉണ്ടായിരുന്നു. ആ പോസിറ്റീവിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സാണ് ഉയരുന്നത്. കേരളത്തിൽ അറിയപ്പെടുന്നൊരു പ്രഭാഷകൻ, പേര് ഞാൻ പറയുന്നില്ല, അദ്ദേഹം മെസ്സിയെക്കുറിച്ചിട്ട് ഒരിക്കൽ കുറ്റം പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ചു. ദുബായിൽ വെച്ചൊരു ഫംഗ്ഷനിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളെന്തിനാണ് ഈ മെസ്സിയെ കുറ്റപ്പെടുത്തി സംസാരിക്കും? മെസ്സിക്ക് എത്രമാത്രം പോസിറ്റീവുകളുണ്ട്. ആ പോസിറ്റീവിനെ കാണുമ്പോഴാണ് സത്യത്തിൽ, ചിലപ്പോൾ അദ്ദേഹം കളിക്കാരനാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് വയല് പറയുന്നവർക്ക് പ്രഭാഷണം നടത്താം. പക്ഷേ കുട്ടികൾക്കത് രസിക്കില്ല. കുട്ടികളുടെ മനസ്സൊന്ന് പടക്കും. കാരണം എന്തെന്ന് വെച്ചാൽ അവർ കളിയിൽ കൂടുതലായി ആദരിക്കുന്ന ആരാധനയിലേക്ക് പോകരുത്. ആദരം, ബഹുമാനം, അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ബഹുമാനം, ആദരം, പിന്നെ ആരാധനയിലേക്ക് പോകാതിരുന്നാൽ മതി. അവിടെ നമ്മൾ ഫാനാകണമെന്നില്ല, പക്ഷെ നമുക്ക് ആളെ ആദരിക്കാമല്ലോ, ആളെ ബഹുമാനിക്കാമല്ലോ. ലോകകപ്പ് വാങ്ങിയിട്ട് നെഞ്ചോട് ചേർത്തുകൊണ്ട് ഏതാനും മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഗാലറിയിലേക്ക് നോക്കിക്കൊണ്ട് അദ്ദേഹം ഇങ്ങനെ നോക്കുകയാണ്. ചീഫ് സെക്രട്ടറി വന്ന് ചോദിച്ചത്, സർ നിങ്ങൾ ആരെയാണ് നോക്കുന്നത് എന്നാണ്. ആ സമയത്ത് കഴിഞ്ഞ ഖത്തറിലെ ലോകകപ്പ് ഏറ്റുവാങ്ങി നെഞ്ചിൽ ചേർത്തുകൊണ്ട് ഗാലറിയിലേക്ക് നോക്കുന്ന മെസ്സിയെ ചീഫ് സെക്രട്ടറി വന്നിട്ട് ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ ആരിലേക്കാണ് നോക്കുന്നത് എന്നാണ്. അപ്പോൾ പറഞ്ഞ കാര്യം ഒന്ന് മാത്രമാണ്, ഞാൻ എൻ്റെ മക്കളെ നോക്കുന്നു എന്നതാണ്. എനിക്കെൻ്റെ മക്കളെ കാണണമെന്നതാണ്. അതുകൊണ്ട് മക്കളെ ഗ്രൗണ്ടിലേക്ക് അയച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. മക്കളുടെ കൂടെ പിന്നെ കപ്പും കൊണ്ട് കളിച്ച മെസ്സിയെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇതിൽ നമ്മൾ പഠിക്കേണ്ട പാഠം എന്താണ്?
മെസ്സിക്ക് നെഗറ്റീവുകൾ ഉണ്ടാകാം, അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട. പക്ഷേ എത്ര ഉത്തുംഗതയിലേക്ക് കയറിപ്പോയാലും എനിക്ക് ഏറ്റവും വലുത് എൻ്റെ മകൻ അല്ലെങ്കിൽ മക്കളാണ് എന്നൊരു ദൗത്യമാണ് നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാറ്റിലും പോസിറ്റീവ് കണ്ടുകൊണ്ടാണ് നമ്മൾ പോകേണ്ടത്. ഇന്നത്തെ കാലത്ത് മലയാളികളുടെ കമൻറ്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഹിന്ദിക്കാരുടെ കമൻറ്റ് കാണൂ, ധ്രുവ് റാട്ടിയുടെ കീഴിലുള്ള അദ്ദേഹത്തിൻ്റെ കമൻറ്റ് കാണൂ. ധ്രുവ് റാട്ടിയുടെ കമൻറ്റിൻ്റെ അടിയിൽ ഹിന്ദിക്കാരൊക്കെ പോസിറ്റീവായിട്ട് പറയുമ്പോൾ മലയാളി കയറിയിട്ട് നിരങ്ങുന്നത് നെഗറ്റീവ് പറയാനാണ്. എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി, രാഷ്ട്രീയം പറയില്ല, രാഹുൽ ഗാന്ധിയും ശശി തരൂരും വിദേശത്തേക്ക് പോകുന്നതിനെ കേന്ദ്ര സർക്കാർ തടഞ്ഞുകൊണ്ടിരിക്കുന്നത്? കാരണം അവിടെ പോയാൽ അവർക്ക് സംസാരിക്കാനുള്ളത് ഓക്സ്ഫോർഡിലും കാംബ്രിഡ്ജിലും ടെക്സസിലുമൊക്കെയാണ്. അതുകൊണ്ട് ആധുനിക കാലഘട്ടത്തിലെ ബുദ്ധിജീവികളോട് ഇന്ത്യയുടെ നെഗറ്റീവ് പറയുമോ എന്ന് ഭയപ്പെട്ടിട്ടാണ് പലപ്പോഴും ഈ കാണുന്ന വിസകൾ നിഷേധിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം ഒരാൾ അത്രമാത്രം വിദ്യാഭ്യാസമില്ലാത്ത ആളാണ്. ഈ രണ്ടുപേരും പഠിച്ചത് അത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റിയിലുമാണ്. ഒരു വ്യക്തി പ്രസ്ഥാനമാകുന്നത് അവിടെയാണ്. ഓരോ വ്യക്തികളും പ്രസ്ഥാനമായി മാറലാണ് വിദ്യാഭ്യാസത്തോട് ഉണ്ടാകേണ്ടത്. ഒരു സ്ഥാപനത്തെ എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തുന്നത്? ഒരു സ്ഥാപനത്തെ വിലയിരുത്തേണ്ടത് അവിടുത്തെ സ്ട്രക്ചർ കണ്ടിട്ടല്ല, അല്ലെങ്കിൽ അവിടുത്തെ കൺസ്ട്രക്ഷൻസ് കണ്ടിട്ടല്ല, അവിടുത്തെ ഗ്രൗണ്ടിൻ്റെ വിസ്തൃതി കണ്ടിട്ടല്ല, അവിടുത്തെ ഫാക്കൽറ്റി മെമ്പേഴ്സിൻ്റെ ഒരിക്കലും അവരുടെ സ്ട്രെങ്തോ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയോ കണ്ടിട്ടല്ല, അവിടുത്തെ കുട്ടികളുടെ മാർക്ക് കണ്ടിട്ട് പോലുമല്ല ഒരു സ്ഥാപനത്തെ വിലയിരുത്തുന്നത്. എന്തുകൊണ്ടാണ് ഇന്നും ഹാർവാർഡ് യൂണിവേഴ്സിറ്റി 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി 2-ാം സ്ഥാനത്ത് നിൽക്കുന്നത്? എന്തുകൊണ്ട് കാംബ്രിഡ്ജ് 2-3-ാം സ്ഥാനത്ത് നിൽക്കുന്നു? അങ്ങോട്ടും ഇങ്ങോട്ടും മാറാറുണ്ട്. എന്തുകൊണ്ട് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ആദ്യത്തെ ടോപ്പ് 10-ൽ വരുന്നു? എന്തുകൊണ്ട് യല യൂണിവേഴ്സിറ്റി ടോപ്പ് 10-ൽ വരുന്നു? എന്തുകൊണ്ട് ഈ പറയുന്ന മസാച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി MIT ആദ്യത്തെ 10-ൽ കടന്നു വരുന്നു? ഇങ്ങനെ ഓരോ യൂണിവേഴ്സിറ്റിയെ നോക്കുമ്പോഴും അവരുടെ പാരാമീറ്റർ അവിടുത്തെ അലൂമിനിയാണ്. അലൂമിനി എവിടെ എത്തി എന്ന് കണ്ടിട്ടാണ് ഓരോ സ്ഥാപനത്തെയും വിലയിരുത്തുക. ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് 10 സ്കൂളുകളിൽ നമ്മളൊരിക്കൽ സന്ദർശിച്ചിട്ടുണ്ട്. ടോപ്പ് 10 സ്കൂൾസ് ഇൻ ഇന്ത്യ. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്, ഏകദേശം ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് 1-ാം സ്ഥാനത്ത് നിന്നിരുന്ന ഡെറാഡൂണിലെ ഡൂൺസ് സ്കൂളായിരുന്നു. ഡൂൺസ് സ്കൂളിൻ്റെ പ്രത്യേകത എന്താ? 8-ാം ക്ലാസ്സുകാരാണ് 7-ാം ക്ലാസ്സുകാർക്ക് ചോറ് വിളമ്പി കൊടുക്കുക. ഹെലികോപ്റ്റർ വന്നിറങ്ങാൻ കപ്പാസിറ്റിയുള്ള രക്ഷിതാക്കളുടെ മക്കൾ അവിടെ പഠിക്കുന്നേ, ലക്ഷക്കണക്കിന് രൂപ ഫീസും കൊടുത്തിട്ട്. പക്ഷേ എന്നിട്ടും ഈ കുട്ടികളെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത്, ഞാൻ അവിടുത്തെ RK നായർ എന്ന് പറയുന്ന അക്കാഡമിക് ഡീനോട് അന്ന് ചോദിച്ചു, സാർ എന്തുകൊണ്ടാണ് ഈ കുട്ടികളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത്? ഏറ്റവും സമ്പന്നരും പ്രഗത്ഭരുടെ മക്കളുമായിട്ടുള്ള ഈ കുട്ടികളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹം ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞു, ഇവർ നാളെ ഇന്ത്യയെ സെർവ് ചെയ്യേണ്ടവരാണ്. ഈ ലോകത്തിൽ പഠിച്ചു വലിയ സ്ഥാനത്തെത്തലല്ല കാര്യം. ഈ ലോകത്തിൽ ഏറ്റവും വലിയ പൊസിഷൻ ഏതാണെന്നറിയോ? സോഷ്യൽ റിഫോമർ എന്ന് പറയുന്ന പൊസിഷനാണ്. ഡോക്ടറല്ല, എഞ്ചിനീയർ അല്ല, കലക്ടറല്ല, ഒന്നുമല്ല. സോഷ്യൽ റിഫോമർ, നവോത്ഥാന നായകനായി, നവീകാരകനായി മാറുക എന്നത്. സൊസൈറ്റിയെ മാറ്റിമറിക്കാൻ കപ്പാസിറ്റി ഉള്ളവരെയാണ് ഈ സോഷ്യൽ ലീഡറല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പൊളിറ്റിക്സിലൂടെ അല്ലെങ്കിൽ സാമൂഹ്യ സോഷ്യലിസത്തിലൂടെയൊക്കെ വേണമെങ്കിൽ നമുക്ക് പ്രസ്ഥാനത്തിലൂടെയൊക്കെ ലീഡേഴ്സായിട്ട് മാറാം. നേരെ മറിച്ചിട്ട് ഒരു പ്രസ്ഥാനത്തിലും ഇല്ലാതെ സമൂഹത്തെ എടുത്തു മറിക്കാനുള്ള കപ്പാസിറ്റി സോഷ്യൽ റിഫോമർക്കേ ഉണ്ടാകൂ. ഏതൊരാളും ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് സംസാരിക്കുക. പ്ലാറ്റ്ഫോം വിട്ട് സംസാരിക്കണമെങ്കിൽ അയാൾ ഒരു സോഷ്യൽ റിഫോമർ ആയിരിക്കണം. സോഷ്യൽ റിഫോമർ എന്ന് പറഞ്ഞാൽ ഏതൊരു ഗതിയിലേക്കും, ഏത് സംഘടനയിലേക്കും, ഏത് മതങ്ങളിലേക്കും, ഏത് ആചാരങ്ങളിലേക്കും, അവരുടെ പരിപാടികളിലേക്കും ക്ഷണിക്കപ്പെടുന്ന ഒരു അക്കാഡമീഷ്യനായി നമ്മൾ മാറണം. അങ്ങനെ അതിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളായി നമ്മൾ മാറണം. അതാണ് വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എന്നാണോ കാംബ്രിഡ്ജിൽ പോയി പഠിക്കുന്നത് എന്നല്ല എൻ്റെ മാനദണ്ഡം. എന്നാണോ നിങ്ങൾ കാംബ്രിഡ്ജിൽ ഒരു പ്രോഗ്രാമിൽ ഗസ്റ്റായി അറ്റൻഡ് ചെയ്യുന്നത് എന്നതാണ് പ്രധാനം. കാംബ്രിഡ്ജിൽ പഠിക്കാൻ ഇന്ന് ഇഷ്ടം പോലെ മലയാളികളുണ്ടാകും. ഓക്സ്ഫോർഡിൽ പഠിക്കാൻ കുറേ മലയാളികളുണ്ടാകും. അവിടെ എങ്ങനെ എത്തുന്നു എന്നതായിരിക്കും ഞങ്ങളെപ്പോലെയുള്ള ആളുകളുടെ ക്ലാസ്സുകൾ ഉണ്ടാവുക. പക്ഷേ എന്നാണ് നിങ്ങൾ അവിടെ പഠിക്കുന്ന കുട്ടികളോട് ഒരു കോൺവെക്കേഷൻ സെറിമണിയിൽ സംസാരിക്കാനെത്തുക എന്നതാണ് നിങ്ങൾക്കുള്ള ദൗത്യം. കാരണം കാലിഫ് എന്നും അവിടെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ്, ഒരു വലിയ മൂവ്മെൻറ്റാണ്. ഞാനിതൊരു സ്ഥാപനം എന്നല്ല വിളിക്കുക, ഇതൊരു മൂവ്മെൻറ്റാണ്, ഇതൊരു വലിയ ഓർഗനൈസേഷനാണ്. ആ ഒരു രീതിയിൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പുറത്തിറങ്ങുന്ന കുട്ടികൾ വ്യത്യസ്തമായ പ്രതലങ്ങളിലെത്തുന്നു. IIM-ലെത്തിയവരുണ്ട്. IIT-യിൽ നിന്ന് കഴിഞ്ഞവർ വരെ ഫോക്കസ് ചെയ്യുന്നൊരു സ്ഥാപനമാണ് IIM. JEE കഴിഞ്ഞ് IIT-ലെത്തിയിട്ട് പിന്നെ അവിടെ നിന്ന് M.Tech കഴിഞ്ഞിറങ്ങിയാൽ പിന്നെ എന്ത് എന്നതിൻ്റെ ഉത്തരം ഒരുപാട് കുട്ടികൾക്ക് IIM ആണ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റാണ്. IIT ഇറങ്ങിയവർ വരെ ഇപ്പം നിങ്ങൾ IIM-ൽ പോയാൽ, ഞാൻ പോകാറുണ്ട് കാലിക്കറ്റ് IIM-ലും ബാംഗ്ലൂർ IIM-ലൊക്കെ,
അവിടെ പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ IIT-യിൽ നിന്ന് ഇറങ്ങിയ കുട്ടികളെ നിങ്ങൾക്ക് കാണാം. കാരണം ടെക്നോളജിയിൽ അവർ ടോപ്പിലാണ്, അവരുടെ കോഴ്സിൽ അവർ പ്രതാപത്തിലാണ്. പക്ഷേ ഇനി അതിനൊരു ബിസിനസ് മോഡുലേഷനിലേക്ക് മാറ്റണമെങ്കിൽ, ആ സെഗ്മെൻറ്റേഷനിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ IIM-ൽ നിന്നൊരു PG ഉണ്ടാവുക എന്നത് അവർക്ക് നിർബന്ധമാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന നേരത്തെ പറഞ്ഞിട്ടുള്ള ഹാർവാർഡിൽ നിന്നോ അല്ലെങ്കിൽ സ്റ്റാൻഫോർഡിൽ നിന്നോ ഒരു PG ഉണ്ടാവുക എന്നത് അവർക്ക് നിർബന്ധമാണ്. അതുകൊണ്ടല്ല ID മുസ്തഫ ഇങ്ങനെയാകുന്നു. ഒരു മലയാളിയായൊരു പയ്യനാണല്ലോ, എൻ്റെ വളരെ പ്രിയങ്കരനായൊരു സുഹൃത്താണ്. അദ്ദേഹം NIT-യിൽ നിന്ന് തൻ്റെ എഞ്ചിനീയറിംഗ് ബിരുദവും ബിരുദാനന്തര ബിരുദമൊക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ് അദ്ദേഹം IIM-ലെത്തുന്നത്. അങ്ങനെയാണ് ജസ്റ്റ് ഒരു ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. ആ ഇഡ്ഡലി എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ കുടുംബക്കാർ, അദ്ദേഹം തന്നെ പറയാറുണ്ട്, എന്നെ കുടുംബക്കാരും ഫ്രണ്ട്സും എല്ലാവരും മോശമായി പറഞ്ഞു, IIM-ഉം NIT-യും ഒക്കെ കഴിഞ്ഞിട്ടാണോ ഇപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാൻ പോകുന്നത് എന്ന്. ID മുസ്തഫ ഇന്ന് ഏകദേശം 10,000 കോടി ക്രോസ് ചെയ്തിട്ടുള്ളൊരു ഇൻവെസ്റ്റർ കൂടിയാണ്. അഥവാ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ലോകം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, സ്റ്റാർട്ടപ്പ് നിങ്ങൾ 50 പേര് തുടങ്ങിയെന്ന് പറഞ്ഞു. ഈ 50 പേര് തുടങ്ങിയിട്ടുണ്ടാവുക ഒരു പ്രത്യേക ഡ്രീം വെച്ചിട്ടാണ്. ആ ഡ്രീമിനെ ഇനി സ്റ്റാറ്റിക് ആക്കണമെങ്കിൽ നിങ്ങൾ എങ്ങനെ പോകണമെന്ന് നിങ്ങൾ ചിന്തിക്കണം. കാരണം ഒരു ബിസിനസ് തുടങ്ങി സ്റ്റാർട്ടപ്പ് ആയാലും സ്കെയിലപ്പ് ആയാലും രണ്ടെണ്ണേ ഈ ലോകത്തിലുള്ളൂ. ഒന്ന് സ്റ്റാർട്ടപ്സ് ആണ്, മറ്റൊന്ന് സ്കെയിലപ്സ് ആണ്. സ്റ്റാർട്ടപ്സ് തുടങ്ങി അതിനൊരു വിധാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സ്കെയിലപ്പിലേക്ക് നമ്മൾ പോകും. ആ സ്കെയിലപ്പിലേക്ക് പോകുന്നതിന് വേണ്ടി സ്റ്റാർട്ടപ്സ് തുടങ്ങണമെങ്കിൽ നിങ്ങൾ ഫീസിബിലിറ്റി, വയബിലിറ്റി, പ്രോഫിറ്റബിലിറ്റി, സസ്റ്റൈനബിലിറ്റി, ഇതാണ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പുറത്തുവിടുന്ന 4 Tകൾ. എന്തൊക്കെയാണ് ഇനി ഇവിടെ ലോകത്ത് വേണ്ടത് എന്ന് നിങ്ങൾ ആലോചിക്കണം. ഇപ്പം നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്ന കുട്ടികളെല്ലാവരും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടികൾ. അധ്യാപകരും അത് പറയുന്നു, പ്രഭാഷകരും അത് പറയുന്നു, ട്രെയിനേഴ്സും അത് പറയുന്നു. പക്ഷേ നമ്മൾ എപ്പോഴെങ്കിലും ഓർത്തു പോയിട്ടുണ്ടോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ വർക്ക് നഷ്ടപ്പെടുമോ എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ യുഗത്തിൽ ആർട്ടിഫിഷ്യൽ സൊസൈറ്റി ജന്മമെടുക്കുമെന്ന് കുറച്ചും കൂടി കയറിയിട്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടേ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഇൻ്റലിജൻസ് വരും, അത് വന്നു കഴിഞ്ഞു, അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങും. US-ലിരുന്നു കൊണ്ട് സമർത്ഥമായി നമ്മുടെ നാട്ടിലെ ഹോസ്പിറ്റലുകളിൽ ഓപ്പറേഷൻസ് നടക്കും. ഓപ്പറേഷൻ നടക്കുന്നത് US-ൽ നിന്നായിരിക്കും. പക്ഷേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ശക്തിയോട് കൂടിയിട്ട് അത് കോട്ടക്കലോ നിങ്ങളുടെ കോഴിക്കോടൊക്കെ ആ രോഗിക്ക് ഡയറക്റ്റായിട്ട് ഓപ്പറേഷൻ നടക്കും. ഇനി ക്ലാസ് റൂമുകൾ AI റാഞ്ചി അവസാനം ടീച്ചർലെസ് ക്ലാസ് റൂം എന്ന് പറയുന്നത് ഇറങ്ങുന്നു. ഞാൻ കണ്ടിട്ടുണ്ട് ടീച്ചർലെസ് ക്ലാസ് റൂം, അധ്യാപകരില്ലാത്ത ക്ലാസ് റൂം. ക്ലാസ്സിലേക്ക് കയറിക്കഴിഞ്ഞാൽ കുട്ടികൾക്കൊരു പ്രത്യേക കോമ്പിനേഷൻ കൊടുക്കും, ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ ടൈം ബൗണ്ടറി കൊടുക്കും, അതിൻ്റെ ഉള്ളിൽ ഇതെല്ലാം ഫിനിഷ് ചെയ്യണമെന്ന് കൊടുക്കും, അതിനൊരു ഗൈഡ് ഉണ്ടാകും, സാറന്മാർ ഒക്കെ ഓഫീസിലിരിക്കുന്നുണ്ടാകും, അതിൻ്റെ പ്രസൻറ്റേഷന് വേണ്ടി അങ്ങോട്ട് ചെല്ലണം. എന്താ ക്ലാസ് റൂം? ജസ്റ്റ് ഇങ്ങനെ ചുമരിൽ നെക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഏതൊരു ടോപ്പിക്കാണ് വേണ്ടത്, US ലെക്ചറേഴ്സിൻ്റെത് വേണോ, ഹാർവാർഡ് ലെക്ചറേഴ്സിൻ്റെത് വേണോ, അത് കാംബ്രിഡ്ജ് ലെക്ചറേഴ്സിൻ്റെത് വേണോ, ടിപ്പിക്കൽ ക്ലാസ്സുകളല്ല, ലൈവ് ക്ലാസ്സുകൾ തന്നെ വന്നുകൊണ്ടേയിരിക്കും. ഒരേ സമയം 1000 സ്ഥലത്ത് പ്രസംഗിക്കാൻ പറ്റും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുമ്പോൾ. ഇനി നിങ്ങൾ നോക്കിക്കോ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നട്ടെ, പക്ഷേ ഏകദേശം ഒരു 4-5 വർഷത്തിൻ്റെ ഉള്ളിൽ ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്ന്, August 15 അന്ന് തീർച്ചയായും അവർ 1000 വേദികളിൽ ഒന്നിച്ച് പ്രസംഗിക്കും. ഒരേ സമയം 1000 വേദികളിൽ. അത് എങ്ങനെ സാധിക്കുന്നു എന്ന് നിങ്ങൾ ചോദിക്കും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് 1000 സ്റ്റേജുകൾ ഉണ്ടാക്കി അതിൽ ഇൻവിസിബിളായി പ്രസംഗിക്കാം. ഒരു സ്ഥലത്ത് വിസിബിലിറ്റി, മറ്റൊരു സ്ഥലത്ത് ഇൻവിസിബിലിറ്റി. 999 സ്ഥലത്തും അവർ ഇൻവിസിബിളായി പ്രത്യക്ഷപ്പെടും. പ്രധാനമന്ത്രി അന്ന് രാഹുൽ ഗാന്ധിയാണെങ്കിൽ ആകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധി 1000 സ്ഥലത്ത് പോയി പ്രസംഗിക്കും ഒരേ ദിവസം, വ്യത്യസ്തമായ ഭാഷയിൽ. അതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. പക്ഷേ അതിനെയും കടന്നുകൊണ്ട് ഇനി ആർട്ടിഫിഷ്യൽ സൊസൈറ്റി വരും. നമ്മളെപ്പോലെ മജ്ജയും മാംസവും ഇല്ലാത്ത, നമ്മളെപ്പോലെ ചിന്തിക്കാത്ത, ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നതിൻ്റെ ഒരംശം പോലുമില്ലാത്ത ആർട്ടിഫിഷ്യൽ സൊസൈറ്റി. ആ ആർട്ടിഫിഷ്യൽ സൊസൈറ്റി വന്നു കഴിഞ്ഞാൽ പിന്നെ ആളുകൾക്കിടയിലുള്ള ബന്ധങ്ങൾ തകരും, എല്ലാം ആർട്ടിഫിഷ്യലായി മാറും. അതാണല്ലോ ആർട്ടിഫിഷ്യൽ. ആർട്ടിഫിഷ്യലായിട്ടായിരിക്കും ചിരി, ആർട്ടിഫിഷ്യലായിട്ടായിരിക്കും ഫ്രണ്ട്സ് മേക്കിംഗ്. നമ്മുടെ ഏറ്റവും വലിയ ചങ്ക് ബ്രോ എന്ന് പറയുന്നത് നമ്മൾ പേരിട്ട് വിളിക്കുന്ന ഏതെങ്കിലും ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ് ആയിരിക്കും. നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്ത് എന്ന് പറയുന്നത് ഒരു പക്ഷേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള തൻ്റെ ഗിയ, പിയ, നിയ എന്നൊക്കെ പേരിട്ടിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ് ആയിരിക്കും. അങ്ങനെ നമ്മളിങ്ങനെ ബന്ധങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് അതിൻ്റെ ഭാഗം പറയുന്നു. എൻ്റെ ഒരു പ്രിയങ്കരനായ സുഹൃത്തുണ്ട്, നല്ല വളവനാണ്, മലപ്പുറം ഭാഷയിൽ പറഞ്ഞാൽ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചർച്ച ചെയ്യുമ്പോഴേക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ പോയിട്ട് PhD എടുത്തു. കോട്ടക്കലുകാരനാണ്, പന്തക്കൻ ഫാമിലിയിൽ എൻ്റെ പ്രിയങ്കരനായ സുഹൃത്താണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചർച്ച ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ, അപ്പോഴേക്കും അവൻ അതിൽ പോയിട്ട് PhD എടുത്തു. അപ്പോൾ എന്തുണ്ടായെന്നറിയോ?
ദുബായിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ PhD എടുത്ത ആളുകളെ കിട്ടാത്തത് കൊണ്ട് ദുബായ് സ്പേസിലേക്ക് അവനെ സയൻറ്റിസ്റ്റായിട്ട് എടുത്തു. ഇതൊക്കെ അതാ ഞാൻ പറഞ്ഞ അതിവളവന എന്ന് പറഞ്ഞത്. ദുബായ് സ്പേസിലേക്ക് അവനെ സയൻറ്റിസ്റ്റായിട്ട് എടുത്തു. കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ PhD ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടാവും, തീർത്തവർ കുറവാണ്. കാലങ്ങൾക്ക് മുമ്പേ സഞ്ചരിച്ചു പോവാൻ. ഇപ്പം ഞാൻ പറയുന്നത് ആർട്ടിഫിഷ്യൽ സൊസൈറ്റി ഉണ്ടാകും. ഇതെന്തിനാ പറയുന്നതെന്നറിയോ? ആധുനിക കാലഘട്ടത്തിൽ ഇനി നമ്മൾ പലതും കാണും. ആ പലതും കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്ന നമ്മുടെ ആ സിഗ്നേച്ചർ നഷ്ടപ്പെടാതിരിക്കട്ടെ. എന്തിനാണ് കാലിഫ് പോലെയുള്ള സ്ഥാപനങ്ങൾ? ഇതിൻ്റെ അർത്ഥം ലീഡർ എന്നും റൂളർ എന്നും ഒക്കെയാണെന്ന് ഞാൻ പറഞ്ഞു. 1000 ആളുകളിൽ ഒരാളായി മാറുന്നവന് റൂളറാകാൻ കഴിയില്ല. 1,00,000 കുട്ടികൾക്കിടയിൽ നിന്ന് ഒരു കുട്ടിയായവന് ഒരിക്കലും മോഡലാകാനും ലീഡറാകാനും കഴിയില്ല. പക്ഷേ 1,00,000 കുട്ടികൾ അപ്പുറത്ത് നിൽക്കുമ്പോൾ അവർക്ക് അനുകരിക്കാൻ പറ്റുന്നൊരു വ്യക്തിയായി മാറി നിൽക്കുമ്പോഴാണ് നമ്മൾ റൂളറും ലീഡറുമായി മാറുന്നത്. 1,00,000-ൽ ഒരുവനാകലല്ല നമ്മുടെ ദൗത്യം. പകരം 1,00,000 അപ്പുറത്ത് നിർത്തിയിട്ട് അവരിൽ നിന്നും വ്യതിരിക്തനായി നിൽക്കലാണ് നമ്മുടെ ദൗത്യം. വിദ്യാഭ്യാസത്തിന് ഞാൻ പറഞ്ഞല്ലോ വ്യത്യസ്ത ഘട്ടങ്ങളുണ്ട്. ഭൗതിക വിദ്യാഭ്യാസത്തിൽ ആദ്യം നമ്മളെ പഠിപ്പിക്കുന്ന രീതി, മെത്തഡോളജി എന്തായിരുന്നു? ലെക്ചറിങ് സ്റ്റൈലാണ്. അതോറിറ്റി എന്നാണ് അതിന് പറയുക. അതോറിറ്റേറ്റീവായിട്ട് സംസാരിക്കുക. ഒരു ലെക്ചർഷിപ്പിന് വന്നു കഴിഞ്ഞാൽ ആ ലെക്ചർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പണ്ട് നമ്മൾ ഹിസ്റ്ററി പഠിച്ചത് ഓർമ്മയില്ലേ? SSLCക്ക് ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് എന്താണ് ആൻഷ്യൻ്റ് ഹിസ്റ്ററി എന്നും എന്താണ് മോഡേൺ ഹിസ്റ്ററി എന്നും എന്താണ് മിഡീവൽ ഹിസ്റ്ററി എന്നും പഠിച്ചപ്പോൾ മിഡീവൽ ഹിസ്റ്ററി ഇങ്ങനെ, ഞാൻ ഹിസ്റ്ററി സ്റ്റുഡൻ്റ് ഒന്നുമല്ല, പക്ഷേ ഹിസ്റ്ററി കുറച്ച് വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും ശരി, ഹിസ്റ്ററിയിൽ നമ്മളിങ്ങനെ വരുമ്പോൾ ആദ്യം കുത്തുബുദ്ദീൻ ഐബക്ക് വരുന്നു, ബീഗം റസിയ വരുന്നു, അതേപോലെ തന്നെ കുത്തുബുദ്ദീൻ ഐബക്കിന് ശേഷം പിന്നീട് ഇൽത്തുമിഷ് വരുന്നു. ഇങ്ങനെ ഓരോരുത്തരും വന്ന് അടിമ വംശം കഴിഞ്ഞിട്ട് തുഗ്ലക്ക് വംശം കഴിഞ്ഞ് കിൽജി വംശം കഴിഞ്ഞ് സയ്യിദ് വംശം കഴിഞ്ഞ് ലോധി വംശം കഴിഞ്ഞ് ഈ ഇൻഫർമേഷൻസ് നമുക്ക് ലഭിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇബ്രാഹിം ലോധിയെ കീഴടക്കിക്കൊണ്ട് ബാബർ വരുന്നു. ബാബറിൻ്റെ മകൻ ഹുമയൂൺ, അതിൻ്റെ മകൻ അക്ബർ, അതിൻ്റെ മകൻ പിന്നെ ജഹാംഗീർ, ഷാജഹാൻ, ഇങ്ങനെ ഓരോരുത്തരായിട്ട് വരുന്നു. അവസാനം ഔറംഗസീബ്, ആലംഗീർ വരെ. ഇതിനെയാണ് ഡൽഹി സുൽത്താനേറ്റ് എന്ന് വിളിക്കുക, അതിനുശേഷമുള്ള മുഗൾസ് എന്ന് വിളിക്കുക എന്ന് ലെക്ചറിങ് നടത്തിയ സാറന്മാർ നമ്മളോട് പറഞ്ഞു. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് വന്നിട്ടുള്ള ആള് നമ്മുടെ മുമ്പിൽ വന്നിട്ട് ഷേക്സ്പിയറിൻ്റെ ഓരോ ഗതികളും പറഞ്ഞപ്പോൾ, ഷേക്സ്പിയർ അതിമനോഹരമായ പദം, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്, ലണ്ടനിലെ തെംസ് നദിയുടെ തീരത്ത്. അവിടെ ഇങ്ങനെ പോയിരിക്കുമ്പോൾ തന്നെ രസമാണ്. അതിന് ഷേക്സ്പിയർ വായിച്ചാലേ അവിടെ ഇരിക്കുമ്പോൾ രസമുള്ളൂ. ഷേക്സ്പിയറുടെ ഒരു കൃതിയും വായിക്കാതെ ഷേക്സ്പിയറുടെ വീട്ടിൽ പോയത് എന്തൊരു പഴയ കൊട്ടാരം, 450 കൊല്ലം പഴക്കമുള്ള വീട് എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും. പക്ഷെ തെംസ് നദിയുടെ തീരത്ത് അവിടെ പോകുമ്പോഴാണ് ട്രാജഡിയും കോമഡിയും, കോമിക് ട്രാജഡിയും ട്രാജിക് കോമഡിയും എന്താണെന്ന് നമ്മൾ അറിയുക. കോമഡി അതിനേക്കാൾ അപ്പുറത്തേക്ക്, കോമിക് ട്രാജഡി അതിനേക്കാൾ അപ്പുറത്തേക്ക് ട്രാജഡി, അതിനേക്കാൾ അപ്പുറത്തേക്ക് ട്രാജഡിക്ക് അപ്പുറത്തേക്കല്ല ഒന്നും. ട്രാജഡിയായിരുന്നു അബ്സല്യൂട്ടായി നിന്നത്. അവിടെയാണ് ഈ പറയുന്ന മാക്ബത്ത് ഉണ്ടായത്, അവിടെയാണ് ജൂലിയസ് സീസർ ഉണ്ടായത്, അവിടെയാണ് ഈ പറയുന്ന പിന്നെ ഒഥല്ലോ ഉണ്ടായത്. എല്ലാം ട്രാജഡിയാണ്. അവസാനം തൻ്റെ നെഞ്ചിലേക്ക് ഇങ്ങനെ വാളമർത്തുന്ന, ഒരുപാട് പ്രയാസങ്ങളിൽ സ്വയം ഭരണാധികാരിയാവുകയും സേനാധിപനാവുകയും ചെയ്തിട്ട് തൻ്റെ പ്രിയപ്പെട്ട ഡെസ്റ്റിമോണ എന്ന് പറയുന്ന ഭാര്യ തന്നെ ചതിച്ചതിൻ്റെ പേരിൽ ഇയാഗോ എന്ന് പറയുന്ന തൻ്റെ മന്ത്രിയുടെ എല്ലാ വീലങ്ങൾക്കും അപ്പുറത്ത് തൻ്റെ ജീവിതം അവസാനിക്കുന്ന ഒഥല്ലോ, അവസാനം ഹാ എന്ന് പറഞ്ഞ് മരിക്കുന്ന ഒഥല്ലോയുടെ ആ ഒരു ഗാംഭീര്യമുണ്ടല്ലോ, ആ ഒരു തകർച്ചയുണ്ടല്ലോ, അത് കാണും നമ്മൾ ആ വീട്ടിലിരിക്കുമ്പോൾ. അത് ഇൻഫർമേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. മക്ക് ആൻ്റണി എന്ന് പറയുന്ന ആള് ആദ്യഘട്ടത്തിൽ ജൂലിയസ് സീസറിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നു, മക്ക് ആൻ്റണി സ്പീച്ച്. പക്ഷേ പിന്നീട് ക്ലിയോപാട്രയിലേക്ക് പോകുമ്പോൾ ക്ലിയോപാട്ര എന്ന് പറയുന്ന ഈജിപ്ഷ്യൻ പെൺകുട്ടി അവിടുത്തെ രാജകുമാരിയെ പ്രണയിച്ച് അവസാനം ഇവിടെ ലഭിക്കില്ല എന്ന് തോന്നുന്ന സമയത്ത് ആത്മഹത്യ ചെയ്യുന്ന, സത്യത്തിൽ അത് സംഭവിച്ചതാണ്, ആത്മഹത്യ ചെയ്യുന്ന ഒരാളെ നമ്മൾ കാണുന്നു. ഇതേ മക്ക് ആൻ്റണിയെ ആത്മഹത്യ ചെയ്യുന്നത് കാണുന്നു. ഇതേ ക്ലിയോപാട്ര അവസാനം ആത്മഹത്യ ചെയ്യുന്നു. ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് ഷേക്സ്പിയർ എഴുതിയതിനെ നമ്മൾ കാണുന്നു. ഇതെല്ലാം ഇൻഫർമേഷൻസാണ്. ഇതെല്ലാം നിങ്ങളെ പഠിപ്പിക്കാൻ ഇനി അധ്യാപകരുടെ ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് വിരൽത്തുമ്പിൽ ഇതെല്ലാം ഇന്ന് ഞൊടിയിട കൊണ്ട് കിട്ടിക്കൊണ്ടിരിക്കും. നിങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് അധ്യാപകനേക്കാൾ മനോഹരമായി ലോകത്തിലെ ഏറ്റവും വലിയ ലെക്ചറേഴ്സ് നിങ്ങൾക്കിത് പറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെന്താ നിങ്ങൾക്ക് ആവശ്യം? ഈ പറയുന്ന എല്ലാ ഇൻഫർമേഷൻസിനേക്കാൾ അപ്പുറത്ത് നിങ്ങൾക്കുണ്ടാകേണ്ടുന്ന 2ാമത്തെ സ്റ്റേജ് മാനേഴ്സാണ്. മാനേഴ്സ് എന്ന് പറയുന്നത് വല്ലാണ്ട് നമ്മൾ പഠിക്കാറില്ല. മാനേഴ്സ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് നമ്മളിൽ ഇല്ലാത്തതും എന്നാൽ സന്ദർഭങ്ങളിൽ നമ്മൾ കരുതേണ്ടതുമായതിനെയാണ് മാനറിസം എന്ന് വിളിക്കുന്നത്. അതിൻ്റെ സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് ഒക്കെ പിന്നീട് വഫ സാർ നിങ്ങൾക്ക് പറഞ്ഞു തരും.
ടേബിൾ മാനേഴ്സ് എന്ന് പറഞ്ഞാൽ നീ മാനേഴ്സ് കീപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഓൾറെഡി നമുക്കില്ല, ഇവിടെ അത് കീപ്പ് ചെയ്യണം എന്നർത്ഥം. ക്ലാസ് മാനേഴ്സ് എന്ന് പറഞ്ഞാൽ ക്ലാസ്സിലുള്ള മാനേഴ്സ് കീപ്പ് ചെയ്യണം എന്നർത്ഥം. ഓരോ സിറ്റുവേഷനിലെ മാനേഴ്സ് കീപ്പ് ചെയ്യലാണ് മാനറിസം. അത് അബ്സല്യൂട്ടായിട്ടൊരു മനുഷ്യനിലുള്ളതല്ല. കാരണം ഒരു മനുഷ്യൻ്റെ പ്രകൃതം മറ്റൊന്നായിരിക്കാം. ബിസിനസ്സുകാരുടെ ഒക്കെ പരിപാടിക്ക് പോകുന്നത് പോലെ, അല്ലെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ ഒക്കെ വലിയ വലിയ ക്ലബ്ബുകളിൽ പോകുന്നത് പോലെ. നമ്മുടെയൊക്കെ പ്രസംഗം കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ ഒരു പക്ഷേ വൈകുന്നേരം അവർ മധ്യത്തിലായിരിക്കും. കാരണം അവർക്ക് ആ നേച്ചറിനെ എന്നും നിലനിർത്താൻ കഴിയില്ല. കുടുംബ സംഗമങ്ങളിൽ പോയാൽ ഒരു പക്ഷേ നല്ല സ്പീച്ചൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ എല്ലാവരും കൂടി ആടലും പാടലും ആയിരിക്കും അവിടെ നടക്കുന്നത്. അവിടെ നേച്ചർ അങ്ങനെ ആകണമെന്നില്ല. ആ സമയത്ത് നമ്മൾ കൊണ്ടു നടക്കുന്ന ഔപചാരികതയെ ആണ് ശരിക്കും മാനേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ലോകത്തിൽ ഭൗതികാർത്ഥത്തിൽ ആളുകൾ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് മാനറിസമാണ്. എങ്ങനെയാണ് ക്ലാസ്സിൽ പങ്കെടുക്കേണ്ടത്, എങ്ങനെയാണ് ക്ലാസ്സിൽ നിങ്ങൾ നിൽക്കേണ്ടത്, എങ്ങനെയാണ് അങ്ങനെയാകേണ്ടത് ഇങ്ങനെയാകേണ്ടത് എന്ന് കുറേ സ്ട്രക്ചറൽ ഫോർമേഷൻ ഉണ്ടാക്കും. ആ ഫോർമേഷൻ നമ്മളിങ്ങനെ നമ്മുടെ തലയിലേക്ക് അടിച്ച് കയറ്റി അതിനനുസരിച്ച് നിൽക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് മാനേഴ്സ് കീപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഞാനിവിടെ എല്ലാവരും കൊടുത്തു. ആ സമയത്ത് ഞാൻ ആദ്യം ഒരു കൈ കൊടുത്തു, രണ്ടാമത് പിന്നെ ഒരു കൈ കൊടുക്കുന്നു. ഒരു ഉദാഹരണം പറയാം. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ചിന്തിച്ചിട്ട് ഇയാൾ എന്തിന് രണ്ടോട്ടം കൈ കൊടുക്കണേ? അത് ക്ലവർലി കൊടുക്കുന്നതാണ്. ആദ്യത്തെ കൈ കൺഗ്രാജുലേഷൻസ് എന്ന് പറയാനാണ്. അവൻ ഇത്രയും പഠിച്ച് വലുതായി ഉയർന്നു പോയതിന് അഭിനന്ദനങ്ങൾ എന്ന് പറയാനാണ്. അത് കൊടുത്തതിന് ശേഷം പിന്നീട് കൊടുത്ത കൈ ബെസ്റ്റ് ഓഫ് ലക്ക്, ഇനി നീ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും നന്നാകട്ടെ എന്ന് പറയാനാണ്. ഇത് രണ്ടും രണ്ട് കൈ കൊടുക്കലാണ്. ദാറ്റ് ഈസ് മാനറിസം. ആ മാനറിസം ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇൻ്റർവ്യൂവിന് ഇരിക്കുന്ന സമയത്ത് ചെരിഞ്ഞിരിക്കരുത്. നടക്കുന്ന സമയത്ത് എങ്ങനെ നടക്കണം, ഇരിക്കുന്ന സമയത്ത് എങ്ങനെ ഇരിക്കണം, ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ എങ്ങനെയായിരിക്കണം, ഡിപ്ലോമാറ്റിക്കലി ഒരു സ്ഥലത്ത് നമ്മൾ പോകുമ്പോൾ എങ്ങനെയായിരിക്കണം, ഇമോഷൻസ് വേണ്ടാത്ത സ്ഥലം എവിടെ, ഡിപ്ലോമസി മാത്രം വേണ്ട സ്ഥലം എവിടെ, ഡിപ്ലോമാസി വേണ്ടാത്ത സ്ഥലം എവിടെ, ഇമോഷൻ മാത്രം വേണ്ട സ്ഥലം എവിടെ. അമ്മക്ക് നമ്മൾ സമ്മാനം കൊടുക്കുമ്പോൾ ഡിപ്ലോമാറ്റിക് ആവരുത് നമ്മൾ. ഞാൻ എവിടെയോ സൂചിപ്പിച്ചിട്ടുണ്ട്, ഒരിക്കൽ കൂടി പറയുന്നത് കൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം. കോഴിക്കോടുള്ള ഒരു പയ്യൻ ബിടെക് കഴിഞ്ഞ്, നിങ്ങളെപ്പോലെ +2 കഴിഞ്ഞ് ബിടെക് കഴിഞ്ഞ് കുറേ കാലങ്ങളായി എൻ്റെ ഇങ്ങനെ സ്പീച്ചസൊക്കെ കേൾക്കാൻ വരുന്നൊരു പയ്യനാണ്. അവന് ആദ്യമായിട്ട് 25,000-30,000 രൂപ ശമ്പളം കിട്ടിയവന്, ആദ്യത്തെ സാലറി, അവൻ്റെ ലൈഫിലെ ആദ്യത്തെ സാലറി. അത് കിട്ടിയപ്പോൾ അവൻ ഉമ്മയുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോൾ ഉമ്മ പറഞ്ഞു, മോനെ നീ തന്നെ ഉപ്പക്ക് കൊടുക്ക്. എന്നിട്ട് ഉമ്മക്ക് കൊടുത്തിട്ട് പറഞ്ഞത് എന്താ, നിങ്ങളെടുത്തോളി എന്നല്ല, ഇത് ഉപ്പാക്ക് കൊടുക്കിട്ടാന്നാണ്. ഉപ്പക്ക് കൊടുക്കണമെന്ന കുടുംബനാഥന് കൊടുക്കാനാണ്. അപ്പോൾ ഉമ്മ പറഞ്ഞു, മോനെ നീ തന്നെ കൊടുക്ക്, എന്തൊരു സന്തോഷം ഉണ്ടാവും ഉപ്പാക്ക് നീ കൊടുക്കുമ്പോൾ എന്നാണ്. അല്ല, നിങ്ങൾ തന്നെ കൊടുത്തേക്കും. ഈ കുട്ടി വീണ്ടും മറുപടി പറഞ്ഞു. പിന്നെയും ഉമ്മ കുത്തി കുത്തി ചോദിക്കുകയാണ്, മോനെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ ആകുന്നത്, നിനക്കണ്ട് കൊടുത്തൂടെ? അപ്പോൾ ആ ഉമ്മനോട് മോൻ പറഞ്ഞത്, ഈ കോഴിക്കോട് അവൻ്റെ വീട്, എനിക്കറിയാവുന്ന കുട്ടിയാണ്. അവൻ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഉമ്മ ചെറുപ്പം മുതലേ മിഠായിക്ക് പൈസ തരുമ്പോൾ, ചെറുപ്പം മുതലേ എനിക്ക് വസ്ത്രങ്ങൾക്ക് പൈസ തരുമ്പോൾ, പെരുന്നാളിന് പൈസ തരുമ്പോൾ, ഫീസ് അടക്കാൻ പൈസ തരുമ്പോൾ എൻ്റെ ഉപ്പാൻ്റെ കൈ മുകളിലും എൻ്റെ കൈ താഴെയുമായിരുന്നു. ഇന്ന് ശമ്പളം ഞാൻ തിരിച്ചു കൊടുക്കുമ്പോൾ എൻ്റെ കൈ മുകളിലായി പോകും, എൻ്റെ ഉപ്പാൻ്റെ കൈ അറിയാതെ താഴെയായി പോകും, എനിക്കത് സഹിക്കില്ല എന്നതാണ് ഒരു കുട്ടിയുടെ മറുപടിയാണത്. അപ്പോൾ ഇമോഷനിടക്ക് ഡിപ്ലോമസി പാടില്ല. ഡിപ്ലോമാറ്റിക് ആവേണ്ടത് വേറെ പല സ്ഥലങ്ങളിലാണ്. ഇമോഷൻസ് കീപ്പ് ചെയ്യേണ്ട സ്ഥലത്ത് അത് ഇമോഷൻ കീപ്പ് ചെയ്യണം. കരയേണ്ട സമയത്ത് കരയണം, കരയാതിരിക്കരുത് നമ്മൾ. ചിരിക്കേണ്ട സമയത്ത് ചിരിക്കണം, അത് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞ് വീർപ്പിച്ച് നടക്കരുത് നമ്മൾ. നമുക്ക് ചിരിക്കണം. ഒരുപാട് ഇവിടെ പറഞ്ഞല്ലോ, ഒരുപാട് ഇമോഷൻസ് ഉണ്ട്. ആ ഇമോഷൻസ് പോസിറ്റീവായതിനെയെല്ലാം പ്രകടിപ്പിക്കേണ്ടതാണ്. ഉമ്മക്ക് മുത്തം കൊടുക്കേണ്ട സമയത്ത് കൊടുത്തേ പറ്റൂ. അത് കല്യാണത്തിന് പുതുപെണ്ണായി പോകുന്ന സമയത്തേക്ക് മാറ്റിവെക്കരുത്. മയ്യത്തിനെ ചുംബിക്കണമായില്ല, കല്യാണത്തിൻ്റെ അന്ന് ചുംബിക്കണം. അന്നത്തേക്ക് കാത്തിക്കുക നമ്മൾ. ഉമ്മക്കിടക്കിടക്ക് കിട്ടാനുള്ള രക്ഷിതാക്കൾ കുറച്ചിരിക്കുന്നത്. ഉമ്മമാരോട് തിരിച്ച് അങ്ങോട്ടും എനിക്ക് പറയാനുണ്ട്, നിങ്ങൾ തീരെ മൈൻഡ് ചെയ്യാത്തൊരു കൂട്ടരാണ്, ക്ഷമിക്കണം കേട്ടോ പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ. നിങ്ങളെ മനസ്സിൽ ഇങ്ങനെ +2 ആകുമ്പോൾ വേവലാതിയ, എന്നാ അവളെ കെട്ടിക്ക പടച്ചോനെ, എന്നാ അവൾക്കൊരു പുതിയാപ്പിളിനെ കിട്ട് പടച്ചോനെ എന്നൊക്കെയുള്ളൊരു രീതിയിലാണ് നിങ്ങൾ പോണേ. എന്നിട്ടിങ്ങനെ ചെറുപ്പത്തിലേ അതിനെപ്പറ്റി ചിന്തിക്കുക. പെൺകുട്ടിയാകുന്നതും അന്ന് തന്നെ ചിന്തിക്കുകയാണ്. അതൊക്കെ കെട്ടിക്കുന്ന സമയത്ത് ചിന്തിച്ചാൽ മതി. അതിനെപ്പറ്റി ഭയങ്കരമായിട്ട് ചിന്തിച്ച് നടന്നിട്ട് എന്താ കാര്യം? ഇപ്പം എനിക്കൊരു മോളുണ്ട്, ഇപ്പോൾ അവൾ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുക. ഞാൻ അവളുടെ കല്യാണത്തെക്കുറിച്ച് ആലോചിച്ചിട്ടേ ഇല്ല. പക്ഷേ എന്നും വൈഫ് ഇങ്ങനെ പറയും, എല്ലാവരും കല്യാണം നോക്കണ്ടേ. ഞാൻ പറഞ്ഞു, അവൾ പഠിത്തം തീരട്ടെ, കല്യാണം നോക്കണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. അന്തമില്ലാത്തൊരു പിതാവോ മാതാവോ ആകരുത്, പക്ഷേ അന്തമില്ലാതെ പോകരുത് നമ്മൾ. പക്ഷെ ഒരിക്കലും ഒരു കുട്ടിയെ കൊച്ചുനാൾ മുതലേ ഇങ്ങനെ കല്യാണമല്ല ജീവിതം. ഒരുപാട് ആംഗിൾസ് ഉണ്ട് ജീവിതത്തിന്.
പക്ഷേ ഈ കല്യാണം എന്ന് വിവാഹം എന്ന് പറയുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം നെഗറ്റീവായിട്ട് കുട്ടികളും ചിന്തിക്കരുത്. ഇപ്പം അങ്ങനെയുണ്ട് കുറേ കുട്ടികൾ, എനിക്ക് കല്യാണം വേണ്ട, അതൊരു സമയത്ത് ചിന്താഗതിയാണ്. ചില കുട്ടികൾ പലതും പല ക്യാമ്പസിലൊക്കെ പോകുമ്പോൾ, JNU നമ്മൾ ആദരിക്കുന്ന ക്യാമ്പസാണ്, പക്ഷേ ക്യാമ്പിലേക്ക് പോകുന്ന സമയത്ത് JNUവിലെ കുട്ടികൾ നമ്മളോട് ചോദിക്കാറുണ്ട്, ഈസ് അലൈവ്, വാട്ട്സ് ദ പ്രൂഫ്? അള്ളാഹു ജീവിച്ചിരിപ്പുണ്ടോ, എന്താണ് അതിൻ്റെ തെളിവ് എന്നവർ ചോദിക്കും. ആ ചോദ്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യണം. ആ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുന്നവൻ്റെ പേരാണ് ലീഡർ, അവൻ്റെ പേരാണ് അക്കാഡമീഷ്യൻ. ആ ഒരു പൊസിഷനിലേക്കാണ് നമ്മൾ കയറണ്ടേ, അല്ലാതെ അവരുടെ കൂട്ടത്തിൽ കൂടുന്നതിൻ്റെ പേരല്ല ലീഡർഷിപ്പ്. അതിന് മറുപടി കണ്ടെത്തുന്നവൻ്റെ പേരാണ് ലീഡർഷിപ്പ്. ഓക്സ്ഫോർഡിലും കാംബ്രിഡ്ജിലും പോകുന്ന സമയത്ത് അവിടുത്തെ കുട്ടികൾ അങ്ങനെ വല്ലാണ്ട് പ്രശ്നങ്ങൾക്കൊന്നും നിൽക്കില്ല, കാരണം അവർക്ക് മുമ്പിൽ വലിയ ദൗത്യമുണ്ട്, അവർക്ക് വലിയ വലിയ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പക്ഷേ ഏത് ക്യാമ്പസിൽ പോകുമ്പോഴും ആ കുട്ടികൾക്ക് മാതൃകയായി നിൽക്കുമ്പോഴാണ് നമ്മൾ നല്ലൊരു വിദ്യാർത്ഥിയായി മാറുന്നത്. ആ വിദ്യാർത്ഥിയാകണമെങ്കിൽ മാനറിസത്തിൽ നിന്ന് പിന്നെയും മുകളിലേക്ക് കയറണം. അതിന് ബിഹേവിയർ എന്നാണ് പറയുക. മാനറിസമല്ല ബിഹേവിയർ, അതൊന്നും കൂടി തൻ്റെ ഉള്ളിൽ നിന്ന് തോന്നുന്ന മാനറിസം. അത് ലോകത്തിൻ്റെ സ്ട്രക്ചറൈസേഷൻ്റെ ഭാഗമാണ്, ഇങ്ങനെയൊക്കെ ആക്കണമെന്ന്. പക്ഷേ തൻ്റെ ഉള്ളിൽ നിന്ന് തോന്നുന്ന ചില സിംബലൈസേഷൻ്റെ പേരാണ് ശരിക്കും ബിഹേവിയർ. അവൻ്റെ പെരുമാറ്റം തന്നെ മാറുകയാണ്. ആ പെരുമാറ്റം ഇങ്ങനെ സ്ഥായിയായി നിൽക്കണം. അതിന് 4ാമത്തെ പൊസിഷനിലേക്ക് കയറണം. അതിൻ്റെ പേര് ക്യാരക്ടർ എന്നതാണ്. ക്യാരക്ടർ, അവൻ്റെ സ്വഭാവം അതായി മാറണം. സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയാം? നമ്മൾ കുറേ കാലങ്ങളായി പറയുന്ന ഒരു വാക്കാണ് സ്വഭാവം. സ്വന്തം ഭാവത്തെയാണ് സ്വഭാവം എന്ന് പറയുക, അല്ലാതെ എല്ലാവരുടെയും ഭാവത്തെയല്ല. സ്വഭാവമാണ്. മലയാള പദത്തിനൊക്കെ ഭയങ്കര ഡെപ്ത് ഉണ്ട്. വേദന എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? കുറേ കാലങ്ങളായി നമ്മൾ കേൾക്കുന്ന പദമാണ്. വേദന 2 എണ്ണം ഉണ്ട് അല്ലേ? ഒന്ന് ഇൻറ്റേർണൽ പെയിനാണ്, മറ്റൊന്ന് എക്സ്റ്റേണൽ പെയിനാണ്. ആൾ അടിച്ചാൽ നമ്മുടെ ശരീരം നോവിക്കും, അതിനും വേദന എന്ന് പറയും. പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ കിടന്ന് പിടക്കുന്ന വേദനയാണ് യഥാർത്ഥ വേദന. ആ വേദന വന്ന വാക്ക് വേദം പ്ലസ് ന എന്നാണ്. വേദം എന്ന് പറഞ്ഞാൽ അറിവ്, ന എന്ന് പറഞ്ഞാൽ ഇല്ല എന്നർത്ഥം. അറിവില്ലായ്മ കൊണ്ടാണ് സത്യത്തിൽ വേദന വരുന്നത്. ഉദാഹരണത്തിന്, നിങ്ങൾ ഈ പെൺകുട്ടികൾ ഭയങ്കര സ്നേഹത്തിൽ നടക്കും, എന്നിട്ട് പിന്നെ അവൾ മറ്റവളെയാണ് കുറച്ചും കൂടി സ്നേഹിക്കുന്നത് കണ്ട് അവിടെ തുടങ്ങും വേദന. അത് ആ കുട്ടി അറിയാത്തത് കൊണ്ടാണ്. ആ കുട്ടി എന്നോട് മാത്രമല്ല സ്നേഹമുള്ളത്, എല്ലാവരോടും ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആ വേദന അവിടെ ജന്മമെടുക്കില്ല. ഈ ചെറിയ ചെറിയ കാര്യത്തിൽ നിന്നും ഇന്ന് നെതന്യാഹു എന്ന് പറയുന്ന ആൾ ഫലസ്തീനിൽ കൊണ്ടുപോയി വേറെ സ്ഥലത്ത് കൊണ്ടുപോയി ഉണ്ടാക്കുന്ന വേദനകൾ പോലും അറിവില്ലായ്മ കൊണ്ടാണ്. കാരണം അത് മനുഷ്യരാണെന്ന പച്ചയായ യാഥാർത്ഥ്യം, കുട്ടികൾ വിലപിക്കുന്നു എന്ന യാഥാർത്ഥ്യം, അത് ക്രൗരഭാവത്തിലേക്ക് പോകുന്നു, ക്രൂരനായ ഒരു മനോഭാവത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നു. ഇതേപോലെ നമ്മൾ തമ്മിൽ തർക്കി ഒരു പ്രസ്ഥാനത്തെ എതിർക്കുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പം നമ്മുടെ നാട്ടിൽ വ്യത്യസ്തമായ മതസംഘടനകൾ ഉണ്ടാകും. ആ മതസംഘടനകൾ ചിലപ്പോഴൊക്കെ വിവരമില്ലാതെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എതിർക്കുന്നത്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, കാരണം ഞാൻ ഈ ക്യാമറയിലൂടെ പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെയും മെമ്പറല്ല. ഇന്നേ വരെ ഒരു പ്രസ്ഥാനത്തിലും ഞാൻ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല, ഒരു രാഷ്ട്രീയത്തിലും മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല. അവിടെ സ്വതന്ത്രമായി നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് പറയുന്നു. ചില പ്രസ്ഥാനങ്ങളെ കുറ്റപ്പെടുത്തുന്നത് അവരെക്കുറിച്ച് കൂടുതൽ അറിയാത്തത് കൊണ്ടുകൂടിയാണ്. ഇൻഡെപ്തായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ കുറ്റപ്പെടുത്തൽ ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല. അപ്പോൾ മനുഷ്യന്മാർ പരസ്പരം കുറ്റപ്പെടുന്ന ആ വേദന ഉണ്ടാകുന്നത് പോലും വേദം പ്ലസ് ന എന്ന് പറയുന്നതിൽ നിന്നാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ക്യാരക്ടറിലേക്ക് പണ്ടൊക്കെ കോളേജുകൾ പഠിപ്പിക്കുമായിരുന്നു. ഇംഗ്ലീഷ് ലെക്ചറെങ്കിലും വന്ന് പറയുമായിരുന്നു ബെർണാഡ് ഷേയുടെ വാക്കുകൾ ഇങ്ങനെയാണ്. പല വാക്കുകളുണ്ട് അദ്ദേഹത്തിൻ്റെ വളരെ വിവാദമായ വാക്കാണ് ഇസ്ലാം ഈസ് ദ ബെസ്റ്റ് റിലീജിയൻ ബട്ട് മുസ്ലിംസ് ആർ ദ വേസ്റ്റ് പീപ്പിൾ എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ച വാക്കാണ്. ഇസ്ലാം ഒരു ബെസ്റ്റ് റിലീജിയനാണ്, പക്ഷേ മുസ്ലിംസ് ആർ ദ വേസ്റ്റ് പീപ്പിൾ, മുസ്ലിംസാണ് ഈ ലോകത്തിൽ ഏറ്റവും വേസ്റ്റായ പീപ്പിൾ എന്ന് അദ്ദേഹം പറയും. കാരണം എന്തുകൊണ്ടാണ്? ഇസ്ലാം അനുസരിച്ച് നടക്കാത്തത് കൊണ്ടാണ്. ഇസ്ലാം അനുസരിച്ച് നടന്നാൽ ഇസ്ലാം ഈസ് ദ ബെസ്റ്റ് റിലീജിയൻ. അതിൽപ്പെട്ട ഒന്നാണ് വെൽത്ത് ഈസ് ലോസ്റ്റ്, നത്തിങ് ഈസ് ലോസ്റ്റ്, health is lost, something is lost, but character is lost, everything is lost. സമ്പത്ത് നഷ്ടപ്പെട്ടാൽ ഒന്നും നമുക്ക് നഷ്ടപ്പെടാനില്ല. 1.25 ലക്ഷം കോടി, 2.25 ലക്ഷം കോടിയിൽ നിന്ന് 1.25 ലക്ഷം കോടിയും മനുഷ്യർക്ക് സംഭാവന ചെയ്തൊരു മനുഷ്യൻ്റെ പേരാണ് അസീം പ്രേംജി. ആകെയുള്ളത് കയ്യിൽ 2.25 ലക്ഷം കോടിയാണ്. അതിൽ നിന്ന് 1.25 ലക്ഷം കോടിയും നിങ്ങളെപ്പോലെയുള്ള കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്കോളർഷിപ്പുകൾ കൊടുത്ത് തീർത്തു അസീം പ്രേംജി. തൻ്റെ കയ്യിലുള്ള സമ്പത്തിൻ്റെ ഏകദേശം 50%
ഈ ലോകത്തിന് സമ്മാനിച്ചുകൊണ്ടും ഭാവിയിൽ ഇതെല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കണമെന്ന് എഴുതി വെച്ചിട്ടുമാണ് രത്തൻ ടാറ്റ 2 ദിവസം മുമ്പ് ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇത്രമാത്രം അദാനിയെയും അംബാനിയെയും ആദരിക്കാത്തത് എന്തുകൊണ്ട് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? ബിസിനസ് എടുക്കുന്ന കുട്ടികൾ അവർ ആകെ CSRന്റെ ഭാഗമായിട്ട് നിർബന്ധിതമായിട്ടുള്ള കൊടുക്കലുള്ളൂ. അതിൽ തന്നെ ടാക്സ് വെട്ടിപ്പുകൾ നടത്തുകയാണ്. ഞാൻ കുറ്റപ്പെടുത്തല്ല. അതുകൊണ്ട് മനുഷ്യരെ സ്നേഹിക്കാത്തവരായി ലോകം അവരെ കാണുന്നു. നേരെ മറിച്ച് രത്തൻ ടാറ്റയെ മനുഷ്യ സ്നേഹിയായി കാണുന്നു. ബിസിനസ്സുകാരായാൽ ഏത് വിഭാഗത്തിലേക്ക് പോയാലും ആ ഒരു കൾച്ചർ ഉണ്ടല്ലോ, ആ ഒരു സുന്ദരമായിട്ടുള്ള ക്യാരക്ടർഷിപ്പ്, അതാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പം നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തേക്ക് പോയാലും കേവലം മാനറിസം അല്ല, ബിഹേവിയർ അല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് ക്യാരക്ടറാണ് പുറത്തേക്ക് എടുക്കേണ്ടത്. ക്യാരക്ടറിൻ്റെ സ്വഭാവം എന്താ? സ്വഭാവത്തിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ സ്വഭാവമാണ്, എൻ്റെ ഭാവം ഇതാണ് എന്ന് ആളുകൾക്കിടയിൽ പ്രത്യേകിച്ച് നമ്മൾ അതിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യലാണ്. അതുകൊണ്ട് ലെക്ചർഷിപ്പിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. ലെക്ചർഷിപ്പ് ചില സ്ഥലത്തൊക്കെ ആവാം. ഞാനിപ്പോൾ ഈ നടത്തുന്നതും ലെക്ചർഷിപ്പാണ്. പക്ഷേ ഈ ലെക്ചർഷിപ്പിനേക്കാൾ അപ്പുറത്തേക്ക് ഡെമോൺസ്ട്രേഷനാണ്. ഇവിടെ നിങ്ങൾ ഷോക്കേസ് എന്ന് പറയുന്നില്ലേ, ഡെമോൺസ്ട്രേഷനാണ്. ആ ഡെമോൺസ്ട്രേഷൻ്റെ അപ്പുറത്തേക്ക് ഡെലിഗേഷനാണ്. ഡെലിഗേഷൻ്റെ അപ്പുറത്തേക്ക് ഇപ്പോൾ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പേരെന്താണെന്നറിയോ? എനിക്ക് കാറിലെ ആ പേര് കേൾക്കാൻ പറ്റൂ. എന്ന് വെച്ചാൽ ലെക്ചർഷിപ്പിൽ നിന്നും ഡെലിഗേഷനിലേക്ക് കയറി, അതിൽ നിന്ന് ഡെമോൺസ്ട്രേഷനിലേക്ക് കയറി, അതിൽ നിന്ന് ഡെലിഗേഷനിലേക്ക് കയറി. ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് കപ്പാസിറ്റി തെളിയിക്കുകയും ആ കപ്പാസിറ്റി മറ്റുള്ളവരിലേക്ക് കൊടുക്കുകയും ചെയ്യലാണ് ഡെലിഗേറ്റർ. പക്ഷേ ഇപ്പോഴുള്ള എഡ്യൂക്കേഷൻ്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത് നമ്മളൊക്കെ കാറുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നൊരു പദമാണ് ഹൈബ്രിഡ്. ഹൈബ്രിഡ് മെത്തഡോളജി ഓഫ് എഡ്യൂക്കേഷൻ നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഇപ്പോൾ ഹാർവാർഡും എല്ലാവരും ഹൈബ്രിഡിലേക്ക് കടന്നു. എന്താ ഹൈബ്രിഡ്? ലെക്ചർഷിപ്പും വേണം, ഡെമോൺസ്ട്രേഷനും വേണം, ഈ പറയുന്ന ഡെലിഗേഷനും വേണം. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള സോഷ്യൽ റിഫോർമേഷനും കൊടുക്കുമ്പോഴാണ് ഹൈബ്രിഡ് എന്നതിലേക്ക് നമ്മൾ എത്തുന്നത്. നിങ്ങളൊക്കെ ഹൈബ്രിഡ് സ്റ്റുഡൻ്റ് ആകണം. ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായ കാര്യങ്ങളെ നിങ്ങളതാണ്. ഇവിടെ ഞാൻ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം, വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ 1000 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ തലയിലേക്ക് അടിച്ച് കയറ്റുന്നതിൻ്റെ പേരല്ല, പകരം ആൾക്കൂട്ടത്തിൽ വെച്ചിട്ട് ആയിരക്കണക്കിന് ആളുകളുടെ മുമ്പിൽ ആരെങ്കിലും എതിർത്ത് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ വിവേചനം കാണിക്കുമ്പോൾ അവർക്കെതിരെ ഒരു ചോദ്യമെങ്കിലും തിരിച്ച് ചോദിക്കുന്നവൻ്റെ പേര് കൂടിയാണ് വിദ്യാർത്ഥി എന്ന്. ഞാൻ പറഞ്ഞ മനസ്സിലാണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ 1000 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചിലപ്പോൾ തലയിൽ അടിച്ച് കയറ്റിയിട്ടുണ്ടാവും. അതിന് പകരം അനീതിക്കെതിരെ ഒരു ചോദ്യം ആൾക്കൂട്ടത്തിൽ വെച്ച് ചോദിക്കുന്നതിൻ്റെ പേര് കൂടിയാണ് വിദ്യാർത്ഥിത്വം എന്ന് പറയുന്നത്. ആ ഒരു ലെവലിലേക്ക് നമ്മൾ നമ്മുടെ ക്യാരക്ടറിനെ, നമ്മുടെ ആ സുന്ദരമായ ലോകത്തെ നമ്മൾ കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് വ്യത്യസ്തമായ മേഖലയിലെ വിദ്യാഭ്യാസം ഉണ്ടാകണം. ആ മേഖല നിങ്ങളുടെ 4 ഗ്രോത്തുകളിലാണ്. ഇടയ്ക്ക് സൂചിപ്പിക്കുന്നൊരു കാര്യം, ഒന്ന് നിങ്ങളുടെ ഫിസിക്കൽ ഗ്രോത്തിനെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഫിസിക്കലി നിങ്ങൾ വളരെ എന്തായിരിക്കണം? സ്ട്രോങ് ആയിരിക്കണം. അതിന് വേണ്ട ഇവിടെ ഫുട്ബോളേഴ്സ് കയറി വരുമ്പോൾ കൂടുതൽ കയ്യടി കണ്ടു. ഫുട്ബോളേഴ്സ്, ഞാൻ അവർക്ക് വേണ്ടി അഭിനന്ദനങ്ങൾ കൊടുക്കുകയാണ്. ഞാനും ഇടയ്ക്ക് പറ്റുമെങ്കിൽ ഒന്ന് കളിക്കാവുന്നൊരു സാധനമാണ്. ഞാൻ ഷട്ടിൽ കളിക്കാറുണ്ട്, ഇടയ്ക്ക് ഒന്ന് ടർഫ് പോയിട്ട് ഒന്ന് ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് തുനിയാറുണ്ട്. എനിക്ക് 48ാമത്തെ വയസ്സാണ്. ഇപ്പോൾ കളിക്കണ അത്ര നല്ലതല്ല, ലെഗ്മെൻറ്റ് പ്രോബ്ലമൊക്കെ ഉണ്ടാവും എന്നറിയാം. പക്ഷേ നമ്മൾ ചിലപ്പോഴൊക്കെ അത് ചെയ്യേണ്ടി വരുന്നു എന്നതാണ്. എത്ര സുന്ദരമായ കളിയാണ്, നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ക്യുക്കായിട്ട് എന്ത് ചെയ്യണം? തീരുമാനം എടുക്കണം. 11 പേർക്കിടയിലൂടെ ഇങ്ങനെ ഓടുമ്പോൾ ആർക്ക് ഇത് ഇട്ട് കൊടുക്കണമെന്നിങ്ങനെ പെട്ടെന്ന് ക്യുക്കായിട്ട് ഇങ്ങനെ തീരുമാനിക്കുന്നവൻ്റെ പേര് കൂടിയാണ് ഫുട്ബോളർ. അല്ലാതെ ഒരു മൊയന്താളായിട്ട് നിങ്ങൾ കാണരുത്. കോഴിക്കോടിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്റ്റേണായിട്ട് കളിക്കുന്നവൻ തീരുമാനമെടുക്കാൻ, ക്യുക്കായിട്ട് തീരുമാനമെടുക്കാൻ കപ്പാസിറ്റി ഉള്ളവനാണ്. അതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. ചിലപ്പോൾ ഈ ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാർക്ക് വലിയ മാർക്കൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ ലോകത്തിൽ നോക്കിക്കോ, ടോപ്പ് റേഞ്ചിലേക്ക് എത്തിയാൽ എല്ലാ വിധാനത്തും വെച്ചിട്ട് തീരുമാനമെടുക്കാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ഉള്ള കുട്ടിയായിട്ട് ഈ പറയുന്ന ഫുട്ബോളേഴ്സ് മാറും. ഒരു പക്ഷേ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത്, ഈ ഫ്രണ്ട് ബെഞ്ചിൽ നിന്ന് വെറും പഠിത്തം, എന്നിട്ട് ഇങ്ങനെ സ്ട്രോങ് ആയിട്ടെല്ലാം കാണാപ്പാടാക്കി, എന്നിട്ട് മാർക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് 1000-ൽ 1000 മാർക്ക്, 1200-ൽ 1200 മാർക്ക് അവരങ്ങനെ ഫോക്കസ് ചെയ്ത് പോയാൽ ഒരു പക്ഷേ പഠിത്തത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത ആളെ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഇങ്ങനെ എന്നിട്ട് ഒറ്റ വർക്ക് ചെയ്യാൻ അവർക്ക് പറ്റുള്ളൂ. കാരണം അവർ ഒന്നേ പഠിച്ചിട്ടുള്ളൂ. കാലിഫ് സ്കൂൾ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാകുന്നു. ഞാൻ അത്ഭുതപ്പെട്ടത്, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് 50ഓളം പേര് സ്റ്റാർട്ടപ്പ് തുടങ്ങി എന്ന് കേട്ടപ്പോഴാണ്. ഇത് സാധാരണ IMLൊക്കെ കേൾക്കുന്ന വാക്കാണ്. IML നിങ്ങൾക്ക് ഏറ്റവും ഇസ്മായിൽ വഫ സാഹിബിനായാലും മക്കൾക്കായാലും ഇവിടുത്തെ മറ്റ് ഫാക്കൽറ്റി മെമ്പേഴ്സിനായാലും 1000 അഭിനന്ദനങ്ങൾ. കാരണം ഈ ചെറുപ്പത്തിലെ കുട്ടികൾ അതിമനോഹരമായ സ്റ്റാർട്ടപ്സ് തുടങ്ങി വെച്ചിരിക്കുന്നു. ജാപ്പാനിലും ചൈനയിലൊക്കെ സ്കൂളിൽ പോയാൽ കുട്ടികളുടെ എല്ലാവരുടെ കയ്യിലും ലാപ്ടോപ്പ് ഉണ്ടാവും. ഇപ്പോൾ ഇതാര് കൊടുത്തതാണെന്ന് വെച്ചാൽ ഒരു ടോപ്പ് കമ്പനി കൊടുത്തതായിരിക്കും. ആ കമ്പനിക്ക് വേണ്ടി കുട്ടികൾ ഗ്രൂപ്പായിട്ട് ഗെയിം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ജപ്പാൻ സ്കൂളിൽ പോയാൽ നമുക്ക് കാണാം. എത്രാം ക്ലാസ്സിലെ കുട്ടികളെന്നറിയാം? 8ാം ക്ലാസ്സിലെ 9ാം ക്ലാസ്സിലെ കുട്ടികൾ
എന്നിട്ട് ഇങ്ങനെ ഉണ്ടാക്കി ഇനി എങ്ങനത്തെ ഗെയിമാണ് ഉണ്ടാകേണ്ടത് എന്ന് നമ്മളെക്കാൾ അറിയുന്നത് ആർക്കാ? സത്യത്തിൽ അത് കളിക്കുന്ന കുട്ടികൾക്കാണ്. ഈ ഓപ്ഷനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ, ആ ഓപ്ഷനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ, പോസിറ്റീവ് ഗെയിം, കൺസ്ട്രക്റ്റീവ് ഗെയിം, അല്ലാതെ നെഗറ്റീവും പിന്നെ ആകെ ഡിസ്ട്രക്റ്റീവ് ഗെയിം അല്ല ഞാൻ പറയുന്നത്, കൺസ്ട്രക്റ്റീവ് ഗെയിമാണ്. അതുണ്ടാക്കുന്നുണ്ടാവും. അതിലേറ്റവും ടോപ്പ് ഗെയിം കുട്ടികൾ കണ്ടെത്തിയതിന് വലിയ കമ്പനി അഡോപ്റ്റ് ചെയ്യും, എന്നിട്ട് അവർക്ക് ഫണ്ട് ഇട്ടുകൊടുക്കും. അതുകൊണ്ട് അവരവരെ ഡെവലപ്പ് ചെയ്ത് പോകും. സ്റ്റാർട്ടപ്സ്, ജപ്പാൻ പോലെയുള്ള രാജ്യങ്ങൾ സ്കൂളിൽ നിന്ന് തുടങ്ങുന്നത് പോലെ നിങ്ങളുടെ സ്ഥാപനം സ്കൂളിൽ നിന്ന് തുടങ്ങുന്നു എന്ന് കേട്ടതിൽ ഞാൻ അത്ഭുതപ്പെടുന്നു. കാരണം നിങ്ങൾ ജപ്പാൻ ഈക്വലായിട്ടാണ് ഈ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എന്നതുകൊണ്ട്. ജസ്റ്റ് സ്റ്റാർട്ടപ്സ് ആണെങ്കിലും ആ സ്റ്റാർട്ടപ്സിനെ നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നു. IIM കുട്ടികൾ ചെയ്യുന്നത് പോലെ നിങ്ങൾ സ്റ്റാർട്ടപ്സ് തുടങ്ങുന്നു. വിദേശ രാജ്യങ്ങളിലൊക്കെ 2 മെത്തഡോളജിയിലാണ് സാധാരണ പഠിപ്പിക്കലുള്ളത്. നിങ്ങൾ പുറത്തൊക്കെ പോകുമ്പോൾ അറിയും. ഒന്ന് കേസ് സ്റ്റഡി മെത്തേഡാണ്, മറ്റൊന്ന് റിസർച്ച് മെത്തേഡാണ്. ഇത് നിങ്ങൾക്ക് അറിയായിരിക്കും. ഒന്ന് കേസ് സ്റ്റഡിയാണ് എന്ന് വെച്ചാൽ, ഉദാഹരണത്തിന് ഇപ്പോൾ എൻ്റെ മകന് കിട്ടിയ ഒരു കേസ് സ്റ്റഡി എന്താണെന്ന് വെച്ചാൽ, ഈ ഇന്ത്യയിൽ എന്തുകൊണ്ട് ഇന്നോവ കാർ സക്സസ് ആയി, എന്തുകൊണ്ട് അതേ കാർ ദുബായിൽ ഇറങ്ങിയപ്പോൾ സക്സസ് ആയില്ല. ഇതാണ് കേസ് സ്റ്റഡി. ഇതിൻ്റെ ആൻസർ അവൻ കണ്ടെത്തണം. എന്നിട്ട് UAE എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കും, ഇതെന്താ ചെയ്യുക, അതെന്താ ചെയ്യുക. അപ്പോൾ UAE പർച്ചേസ് കൾച്ചർ, UAE ഇറങ്ങുന്ന കാറുകൾ, അതിൻ്റെ കോമ്പറ്റീഷൻസ്, ഇതേ കാർ അവിടെ ഇറങ്ങിയപ്പോൾ അവരുടെ മെൻറ്റാലിറ്റിയിലേക്ക് കയറാത്തത് എന്തുകൊണ്ട്, ഇന്ത്യയുടെ മെൻറ്റാലിറ്റിയിലേക്ക് അത് കയറിയത് എന്തുകൊണ്ട്, ഇവിടുത്തെ കൾച്ചർ എന്ത്, ഇവിടുത്തെ പർച്ചേസിങ് കൾച്ചർ എന്ത്, ഇവരുടെ ഡിമാൻഡ് എന്ത്, ഇവിടുത്തെ ആളുകളുടെ ഡ്രീം എന്ത്, ഒരുപാട് കാര്യത്തിൽ ഇടപെട്ടിട്ട് വേണം ഈ കേസ് സ്റ്റഡിക്ക് ഒരു ആൻസർ കൊടുക്കാൻ. അങ്ങനെ വ്യത്യസ്തമായ കുട്ടികൾ വ്യത്യസ്തമായ കേസ് സ്റ്റഡിക്ക് ആൻസറുകൾ, ഒരേ കേസിന് ആയിരക്കണക്കിന് ആൻസറുകൾ പ്രൊഡ്യൂസ് ചെയ്യും. ഒരേ കേസിന് ലക്ഷക്കണക്കിന് ഉത്തരങ്ങൾ ഉണ്ടാകും. അതിലേറ്റവും ബെസ്റ്റായത് എടുത്തിട്ട് അവരെന്ത് ചെയ്യും? സുന്ദരമായിട്ട് അതിൻ്റെ റെക്ടിഫിക്കേഷൻ നടത്തും. ഇതെല്ലാം ചെയ്യിക്കുന്നത് കുട്ടികളെ കൊണ്ടാണ്. കാരണം ഫ്രഷ് ബ്രെയിൻ. ഇനി ഭാവിയിൽ വരാൻ പോകുന്ന ഒന്നുണ്ട്, ബ്രെയിൻ ഹാക്കിംഗ്. എല്ലാം കൂടി പറഞ്ഞിട്ട് ഞാൻ ഇതാക്കുന്നില്ല. എന്താ ബ്രെയിൻ ഹാക്കിംഗ് എന്നറിയോ? ഈ കുട്ടികൾ ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ പോയി ബ്രെയിൻ അങ്ങോട്ട് വികസിച്ചിട്ട് ഇതേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ കുറച്ചും കൂടി കയറിപ്പോയ ആൾക്കാർ നിങ്ങളെ ബ്രെയിൻ ഹാക്ക് ചെയ്യും. ഇപ്പോൾ സാധാരണ ഹാക്കിങ് സമ്പത്തിലും അല്ലെങ്കിൽ സൈറ്റിലൊക്കെ നടക്കാറുള്ളത്, നിങ്ങളെ ബ്രെയിനേ അടിച്ചുകൊണ്ട് പോവും. ആ ഒരവസ്ഥയൊക്കെ വരാൻ പോവുകയാണ് ഇനി. ആ സമയത്തും നമ്മൾ തനതായി നിൽക്കണം, നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കണം, നമ്മൾ വളരെ കസർത്തുന്ന കുട്ടികളായി നിൽക്കണം. ഞാൻ വെറുതെ പ്രസംഗിക്കല്ല. നിങ്ങൾ എവിടെ പോയാലും ആ ഒരു വല്ലാത്തൊരു സ്വഭാവമുണ്ടല്ലോ നിങ്ങളുടെ ക്യാരക്ടർ. കാരണം ഇവിടെ പറഞ്ഞതുപോലെ 2 ലോകത്തെയും വിധിയെഴുതുന്ന ക്യാരക്ടർ. ഈ ലോകം ഒരു പക്ഷേ ഈ പറയുന്ന മാനറിസം എല്ലാം പഠിപ്പിച്ച് ഈ വെറും ഫിസിക്കൽ എഡ്യൂക്കേഷനും ഇൻ്റലക്ച്വൽ എഡ്യൂക്കേഷനും നിങ്ങളെ പഠിപ്പിക്കും. നിങ്ങൾക്ക് ബുദ്ധി എത്ര സാമർത്ഥ്യത്തോടു കൂടി ഉപയോഗിക്കണമെന്ന് അവർ പഠിപ്പിക്കും. കലാലയങ്ങളിൽ പോയി കഴിഞ്ഞാൽ, എത്ര ടോപ്പ് കലാലയങ്ങളിൽ പോയാലും നിങ്ങളുടെ സ്കിൽ സെറ്റുകളാണ് അവർ ടോപ്പ് ചെയ്യുക. സ്കിൽ സെറ്റുകളാണ്. റെഫറൻസ് സ്കില്ലാകട്ടെ, നിങ്ങൾക്ക് റെഫർ ചെയ്യാനുള്ള സ്കില്ല് ധാരാളമായിട്ട് തരും. നമ്പർ 1 സ്കിൽ അതാണ്, റെഫറൻസ് സ്കിൽ. കാരണം വ്യത്യസ്തമായ ഗ്രന്ഥങ്ങൾ, ജേണലുകൾ, അതേപോലെ തന്നെ പീരിയാഡിക്കൽസ് ഇതങ്ങോട്ട് പറഞ്ഞു തന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾ റെഫർ ചെയ്യണം, നിങ്ങൾ ലെക്ചറിങ് നടത്തണം. ഇതാണ് നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ പോയാൽ ഉള്ള കാര്യം. ഞാനിപ്പോൾ അതിൻ്റെ മോഡൽ ഒരു PhD ചെയ്യുന്നുണ്ട് US നിന്ന്. ഞാൻ പറയുന്നത് നമ്മൾ തന്നെ ലെക്ചറിങ് നടത്തണം. നമ്മൾ തന്നെ ലെക്ചറിങ് നടത്തി കഴിയുമ്പോൾ സാറന്മാർ വെറുതെ ഇരിക്കും. അവരെന്നിട്ട് നമ്മളെക്കുറിച്ചിട്ട് ഇങ്ങനെ എന്ത് ചെയ്യും? മാർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. മാർക്കിങ്ങിന് പ്രത്യേക ഒരു പെഡഗോഗിയുണ്ട്. നമ്മുടെ ലാംഗ്വേജിൻ്റെ സ്റ്റൈൽ എന്തായിരുന്നു? സ്റ്റൈലിഷ് ലാംഗ്വേജ് ആണോ, പോളിഷ് ലാംഗ്വേജ് ആണോ, റിയൽ ലാംഗ്വേജ് ആണോ, അതാദ്യം അടയാളപ്പെടുത്തും. നമ്മുടെ കണ്ടൻറ്റ് എത്രത്തോളം ഉണ്ടായിരുന്നു, എത്രത്തോളം റെഫറൻസ് ഉണ്ടായിരുന്നു, ആ ബുക്സിനോട്, ആ ജേണൽസിനോട് എത്രമാത്രം ഇവൻ നീതി പുലർത്തി, അത് കൊളൂഷൻ എന്ന് പറയുന്നത് വേറെ ഉണ്ടാകും. ഇതെല്ലാം വെച്ചിട്ട് സാറന്മാർ നിരന്നിരിക്കുകയാണ്. ഭാവിയിൽ അതൊക്കെ ഇവിടെ കൊണ്ടുവരട്ടെ എന്നതുകൊണ്ടുകൂടിയാണ് ഞാൻ പറയുന്നത്. കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കണം. നിങ്ങളതായിരിക്കും ചെയ്യുന്നത് കൂടുതലും. പപ്പ സാഹിബിനൊക്കെ ഈ കാര്യങ്ങൾ അറിയുന്നതാണ്. എന്നിട്ട് ഈ കുട്ടി ഈ സാറന്മാരൊരു കാര്യം പറഞ്ഞില്ല എന്ന്, അത് നീ റെഫർ ചെയ്തു, യു ഹാവ് ടു ഡു ദാറ്റ്. നമ്മൾ എന്നിട്ട് ഇങ്ങനെ റെഫർ ചെയ്ത് നടക്കണം. എന്നിട്ടത് പ്രസൻറ്റ് ചെയ്യണം. വീക്ക്ലി പ്രസൻറ്റേഷൻ. ഒരു ദിവസം ഒറ്റ ടോപ്പിക്കേ പഠിപ്പിക്കാവൂ. ക്ഷമിക്കണം കേട്ടോ, ഇവിടെ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ലോകത്തിലെ ഏറ്റവും ടോപ്പ് ക്യാമ്പസുകളെല്ലാം ഒരു ദിവസം ഒരു ടോപ്പിക്ക് മാത്രമേ ഉള്ളൂ. നിങ്ങൾ കാംബ്രിഡ്ജിൽ ഇപ്പോൾ, ഓക്സ്ഫോർഡിൽ ഇപ്പോൾ കെമിസ്ട്രി ഡേ എന്ന് പറഞ്ഞാൽ അതേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ സ്കൂളുകൾ എടുത്താലും അങ്ങനെ തന്നെയാണ്. സ്കൂളുകളിൽ ബയോളജി ഒരു ടീച്ചർ വന്ന് 3/4 മണിക്കൂർ എന്തോ പറഞ്ഞു, എന്നിട്ട് നമ്മളിങ്ങനെ കേട്ടിരുന്ന് അത് എഴുതി വെച്ച്, അടുത്തത് കെമിസ്ട്രി വന്ന്, അത് കഴിഞ്ഞ് പിന്നെ മാത്തമാറ്റിക്സ് വന്ന്, വൈകുന്നേരം ആകുമ്പോഴേക്ക് എന്തൊക്കെ പറഞ്ഞെന്ന് ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. എന്നിട്ട് എക്സാമിനേഷന് പിന്നിരുന്ന് പഠിക്കണം. നേരെ മറിച്ചിട്ട് ഒരു ദിവസം, ഉദാഹരണത്തിന് ആദ്യം തന്നെ നമുക്ക് റെഫർ ചെയ്യാനൊരു ബുക്ക് തന്നു, കുറേ ബുക്സ് തന്നു. അത് റെഫർ ചെയ്തിട്ട് ഗ്രൂപ്പാക്കി തിരിച്ച് ഡെമോൺസ്ട്രേഷനിലേക്ക് ഇരുത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡെലിഗേഷനിലേക്ക് ഇരുത്തി. ഇതൊക്കെ നടക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹൈബ്രിഡിലേക്ക് ഇരുത്തി.
അങ്ങനെ ഹൈബ്രിഡ് ആകുമ്പോഴേക്ക് ആ കുട്ടിയിൽ വ്യത്യസ്ത സ്കില്ലുകൾ വൈകുന്നേരമാകുമ്പോഴേക്കും ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ പേരാണ് ഹൈബ്രിഡ് സിസ്റ്റം. അതാണ് വിദേശത്തൊക്കെ നടക്കുന്നത്. ആ ഒരു മോഡലേക്ക് നമ്മൾ ഭാവിയിൽ കാണും അവിടേക്ക് പോകുന്ന സമയത്ത്. അങ്ങനെ നമ്മൾ ഇൻ്റലക്ച്വലി ടോപ്പിലേക്ക് എത്താൻ വേണ്ടി ഈ ലോകം എല്ലാ സാമർഥ്യങ്ങളും കാണിക്കും നമ്മളോട്. പക്ഷേ നമ്മൾ അവിടെ മാത്രം നിൽക്കരുത്. ആ സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു മറുകണ്ഠമുണ്ട്. അത് ഇമോഷണൽ പാർട്ട് ഓഫ് എഡ്യൂക്കേഷനാണ്. ചിലപ്പോൾ എഡ്യൂക്കേഷനിൽ എങ്ങനെ ഉമ്മയെ സ്നേഹിക്കണമെന്ന്, എങ്ങനെ ഉപ്പയെ സ്നേഹിക്കണമെന്ന് നമുക്കറിയില്ല. നിങ്ങൾ കണ്ടില്ലേ, ഏകദേശം ഒരു 2 മാസം മുമ്പ് സിവിൽ സർവീസ് 2-3 മാസമായല്ലോ സിവിൽ സർവീസിൻ്റെ റിസൾട്ട് വന്നിട്ട്. ആ ദിവസം സിവിൽ സർവീസിൻ്റെ റിസൾട്ട് വന്ന സമയത്ത് റോട്ടിലൂടെ ഓടിപ്പോയൊരു പെൺകുട്ടിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ലേ? ഓടി 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 അച്ഛനെ തേടി നടക്കുകയാണ്. നമ്മൾ വിചാരിച്ചത് ഈ അച്ഛൻ ചിലപ്പോൾ ഏതെങ്കിലും വലിയൊരു ഉദ്യോഗസ്ഥനായിരിക്കുന്നതാണ്. സാധാരണ സൈക്കിളിൽ ഒരു ബോട്ടിൽ വെച്ചിട്ട് ആ ബോട്ടിൽ നിന്ന് തെരുവിൽ ചായ വിൽക്കുന്ന ഒരു പാവം മനുഷ്യൻ. ഈ പെൺകുട്ടി ഓടിയിട്ട് അയാളെ കെട്ടിപ്പിടിച്ചിട്ട് നടുറോട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ പൊട്ടിക്കരയുന്ന രംഗം നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതാണ്. IAS എടുത്തു കഴിഞ്ഞാലും തൻ്റെ അച്ഛനെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എന്ന് ആ കുട്ടി നമ്മളെ പഠിപ്പിക്കുന്നു. സിവിൽ സർവീസിൻ്റെ ടോപ്പിലേക്ക് എത്തുന്ന സമയത്തും എന്താണ് ചെയ്യേണ്ടത് എന്ന് ആ കുട്ടി നമ്മളെ പഠിപ്പിക്കുന്നു. ഈ ഒരു കമ്പാഷൻ ഉണ്ടല്ലോ, ആളുകളുള്ള സ്നേഹം, അത് നമ്മുടെ മാതാവിൽ നിന്നും പിതാവിൽ നിന്നും തുടങ്ങണം. ഇന്ന് പ്രണയത്തിൻ്റെ പേരിൽ, അതും ഈ അടുത്തിടെ ഞാൻ കേട്ടതാണ്, നമ്മുടെ നാടിൻ്റെ തൊട്ടപ്പുറത്ത് നടന്നൊരു സംഭവം. 2 ആളും കൂടി പ്രണയിച്ച് അവസാനം പോലീസ് സ്റ്റേഷനിലേക്ക് പോയപ്പോൾ പോലീസിൻ്റെ അടുത്ത് കാമുകൻ്റെ കൈ ഇങ്ങനെ ചേർത്തിട്ടായിരുന്നു അത്ര ഈ പെൺകുട്ടി ഇരുന്നത്. സ്ഥലവും ഇതൊന്നും ഞാൻ പറയുന്നില്ല, കുടുംബവും ഞാൻ പറയുന്നില്ല. ഈ പോലീസുകാരൻ്റെ മുമ്പിൽ. അപ്പോൾ ഈ പോലീസുകാരൻ പറയാണ്, കൈ വിടുമോളെ, ഞാനല്ലേ നിൻ്റെ മുമ്പിലിരിക്കുന്നത്, നീ എന്തിനാ കൈ പിടിക്കുന്നത്? സാർ, ഇത് വിട്ടുകഴിഞ്ഞാൽ എൻ്റെ ഉമ്മയും ഉപ്പയും എന്നെ വലിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഈ സാറ് പറയണം, മോളെ ഇത് പോലീസ് സ്റ്റേഷനാണ്, അങ്ങനെ കൊണ്ടുപോകാൻ കഴിയില്ല, നീ ആ കൈയൊന്ന് വിട്. ആ സമയത്ത് ഈ രംഗം കണ്ടിട്ട് ഉമ്മ ബോധം കെട്ട് വീഴാണ്. താൻ ഇതുവരെ വളർത്തിയ 18കാരിയായ തൻ്റെ പെൺകുട്ടി, ആ പെൺകുട്ടി അവസാനം തൻ്റെ മുമ്പിൽ വെച്ചിട്ട് പോലീസുകാരൻ പറയുന്നത് പോലും കേൾക്കാതെ കാമുകൻ്റെ കയ്യിനെ ഇങ്ങനെ അമർത്തിപ്പിടിച്ചുകൊണ്ട് അടർത്താൻ കഴിയാതെ അങ്ങനെ ഉമ്മ തളർന്നു വീണപ്പോൾ പറഞ്ഞ വാക്ക് എന്താണെന്നറിയോ? ഉമ്മ തളർന്നു വീണപ്പോൾ മോള് പറഞ്ഞ വാക്ക്, അത് ഉമ്മൻ്റെ അഭിനയമാണ്, ഉമ്മക്ക് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാമെന്നാണ്. ഉമ്മമാരെ പോലും അഭിനയത്തിൻ്റെ ചക്രവർത്തികളാക്കി മാറ്റുന്ന പ്രിയപ്പെട്ട ഉമ്മമാരുടെ ഈ മക്കളുടെ കാലത്ത് നമ്മൾ എവിടെ നിന്നാണ് സംസ്കാരം പഠിക്കേണ്ടത്? ഏത് ലോകത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകേണ്ടത്? കാരണം ലോകത്തിൽ മുഴുവനും ഇന്നൊരു കരാളഹസ്തം നീണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് വിദ്യാഭ്യാസത്തിലൂടെ കടന്നു പോകുന്നു. കാരണം ആ കാലഘട്ടത്തിലേക്ക് വളർന്നു വന്ന ആളുകളെ മാറ്റുന്നതിനേക്കാളും ഏറ്റവും പ്രിയപ്പെട്ടതും ഏറ്റവും എളുപ്പവും ഈസിനെസ് വേ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളെ മാറ്റലാണ്. വിദ്യാർത്ഥികളെ മാറ്റാൻ പറ്റിയാൽ പിന്നീട് ഒരു നല്ല ഒരു സൊസൈറ്റി വരുമെന്നാണ് എത്തീസ്റ്റുകൾ അവർ മാനിച്ചുകൊണ്ടിരിക്കുന്നത്. എത്തീസ്റ്റുകളുടെ ലോകം അതാണ്. ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല, അവർക്ക് അവരെ ഇസമാകാം, ഞാൻ ആരെയും കുറ്റപ്പെടുത്താനില്ല. പക്ഷേ നമുക്ക് നമ്മുടെ ദൗത്യമുണ്ട്. ആ സമയത്ത് കുട്ടികളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ കശപിശകൾ ഉണ്ടാക്കി പല ചോദ്യങ്ങളും നിങ്ങളുടെ മുമ്പിൽ ഇട്ട് തന്ന് അവസാനം നിങ്ങൾ തന്നെ ചോദിക്കുന്ന ചോദ്യങ്ങളിലേക്ക് കാലങ്ങൾ കൊണ്ടുപോകും. കാരണം നിങ്ങളെ ഹൈലി ഇൻ്റലക്ച്വൽ ആക്കാൻ അവർ സമ്മതിക്കില്ല. കേരളത്തിൽ അറിയപ്പെടുന്ന 2 പേര് ഡിബേറ്റ് നടത്തുമായിരുന്നു. ആ ഡിബേറ്റിൽ പങ്കെടുത്തിരുന്നത് അന്ന് സാധാരണക്കാരായ പ്രഭാഷകന്മാരൊക്കെ ആയിരുന്നു. ഈ അടുത്തിടെ IIT-യിൽ നിന്ന് PhD കഴിഞ്ഞ 3-4 ആളുകൾ ഡിബേറ്റിലേക്ക് വിളിച്ചപ്പോൾ അവർ പങ്കെടുത്തില്ല. എന്നിട്ട് ചെയ്ത പരിപാടി എന്താണെന്നറിയോ? ഒരു മൂലക്കിലിരുന്നിട്ട് അവരിങ്ങനെ എന്തെങ്കിലും കട്ട് ആൻഡ് പേസ്റ്റ് ചില വീഡിയോസ് ഉണ്ടാക്കി അവർ പറയുന്നതിനെ മുറിച്ചു മാറ്റിയിട്ട് ഇതാ കേട്ടോ, ഇതോ കണ്ടോ എന്ന് പറയാണ്. കാരണം LP സ്കൂൾ അധ്യാപകർക്ക് ഒരിക്കലും IIT-യിലെ PhD ഹോൾഡേഴ്സിനായിട്ട് മുട്ടാൻ കഴിയില്ല. ഞാൻ പറയുന്നത് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ വ്യക്തികളെ കുറ്റപ്പെടുത്താതെ പറയാം. LP സ്കൂൾ അധ്യാപകൻ ഒരു പരിധി വരെ സയൻസ് പഠിച്ചിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ട് LP സ്കൂൾ അധ്യാപകരെ ഡിബേറ്റിന് വരുന്നത് അവരുടെ മുമ്പിൽ അഥവാ PhD എടുത്ത് IIT-യിൽ നിന്ന് PhD കഴിഞ്ഞിട്ടുള്ള കുട്ടികളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് അവർ ഡെസ്കിലേക്ക് മടങ്ങിയിരിക്കുന്നു. ഈ കാര്യമെങ്കിലും നിങ്ങൾ അറിയണം. ഫോഴ്സിനെ കുറിച്ച് പറയുമ്പോൾ, ടൈമിനെ കുറിച്ച് പറയുമ്പോൾ, സ്പേസിനെ കുറിച്ച് പറയുമ്പോൾ പണ്ട് പറഞ്ഞത് തന്നെ 20-25 വർഷം മുമ്പ് പറഞ്ഞത് തന്നെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പഴയകാല LP സ്കൂൾ അധ്യാപകർ. എന്നാൽ ഇന്ന് IIT-യിൽ നിന്ന് മാസ്മരികമായി അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ പോയി റിസർച്ച് കഴിഞ്ഞിട്ടെത്തിയ കുട്ടികൾ സമയത്തിൻ്റെയും അതേപോലെ തന്നെ ടൈമും സ്പേസുമൊക്കെ വ്യത്യസ്തമായ മേഖലയിലൂടെ ഇന്ന് സഞ്ചരിക്കുന്നുണ്ട് എന്ന ന്യൂ റിസർച്ച് പുറത്തു വിടുമ്പോൾ ഇവർ പകച്ചു പോവുകയാണ്. അതുകൊണ്ട് ഡിബേറ്റിന് അവർ തയ്യാറല്ല. ആ ഒരു തലച്ചോറാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ആ ഒരു പ്രതിബദ്ധതയാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. കാരണം
ഈ ലോകത്തിൽ എല്ലാവരും സമാധാനത്തോടു കൂടി ജീവിക്കേണ്ടതുണ്ട്. മദ്യപിക്കരുത് എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ ചൂണ്ടിയിട്ടല്ല. അതുകൊണ്ട് ഈ സൊസൈറ്റിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന ഒരു സോഷ്യൽ റാപ്പോ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ അന്യമതസ്ഥരായ ആളുകളുടെ ദൈവങ്ങളെ കുറ്റപ്പെടുത്തരുത് എന്ന് ഇസ്ലാം പറയാനുള്ള കാരണം വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നം കൊണ്ടല്ല, അത് സമൂഹം തമ്മിൽ പ്രശ്നമാകരുത് എന്നതുകൊണ്ടാണ്. പ്രവാചകർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഴക്ക് പറയുമ്പോഴും നമ്മൾ തിരിച്ചൊന്നും ശ്രീകൃഷ്ണനെ കുറിച്ച് പറയാത്തത് ആ സൗഹൃദം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു നല്ലൊരു മുസൽമാൻ ഒരിക്കലും ശ്രീകൃഷ്ണനെ കുറ്റപ്പെടുത്താറില്ല. കാരണം എന്തുകൊണ്ടാണെന്നറിയോ? അത് കുറ്റങ്ങളില്ലാത്തതോ ഉള്ളതോ അതല്ല വിഷയം. ഇങ്ങോട്ട് ചിലപ്പോൾ അധികം വിവാഹം കഴിച്ച നിങ്ങളുടെ പ്രവാചകൻ എന്ന് പറയുമ്പോൾ അതിനേക്കാൾ 1000 മടങ്ങ് വിവാഹം കഴിച്ചവർ ആ കൂട്ടത്തിലുണ്ട്. പക്ഷേ നമ്മളത് പറയില്ല. കാരണം എന്തുകൊണ്ടെന്നാൽ അങ്ങനെ നിങ്ങൾ എന്നെ ചീത്ത വിളിച്ചാലും മറ്റ് സമൂഹത്തിലെ ഒരു പ്രവാചകന്മാരെയും ഒരു ആളുകളെയും നിങ്ങൾ ചീത്ത വിളിക്കരുത് എന്ന് ദി പ്രോഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞതുകൊണ്ട് നമ്മളത് പറയുന്നില്ല. അതുകൊണ്ട് നമ്മുടെ സംസ്കാരം വേറെയാണ്, നമ്മുടെ സൗഹൃദാന്തരീക്ഷം വേറെയാണ്. എല്ലാ മനുഷ്യരെയും ഇവിടെ പറഞ്ഞല്ലോ തസവ്വുഫ് പഠിക്കണമെന്ന്. അതിൽ വുജൂദിയായ തസവ്വുഫുണ്ട്, അതേപോലെ ഷുഹൂദിയായ തസവ്വുഫുണ്ട്. ഞാൻ അതിലേക്ക് ഇപ്പോൾ കിടക്കുന്നു. വഹദത്തുൽ വുജൂദും വഹദത്തു ഷുഹൂദും. ഞാനും ഏകദേശം 10-30 വർഷമായിട്ട് അതിലൂടെ സഞ്ചരിക്കുന്ന ഒരു ചെറിയ പ്രതിനിധിയാണ്. അപ്പോൾ ഏതിലൂടെ കടന്നു പോകണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം. അങ്ങനെ പഠിക്കുമ്പോൾ ഏറ്റവും ശക്തമായിട്ട് എന്താണ് ഉണ്ടാവുക എന്നറിയോ? എല്ലാ മനുഷ്യരെയും ഒന്നായിട്ട് കാണാൻ നമുക്ക് പറ്റും. ഒരു മനുഷ്യരെയും രണ്ടായി കാണാൻ നമുക്ക് പറ്റില്ല. അത് സൗഹൃദത്തിൻ്റെ ഭാഷയല്ല. കാരണം ഇവരെല്ലാവരും ആദമിൻ്റെ മക്കളാണ് അലൈഹി സ്വലാത്തു വസ്സലാം. കുല്ലുക്കും മിൻ ആദം വ ആദമ മിൻ തുറാബ്. നമ്മുടെ ഭരണാധികാരികൾ നമുക്ക് എതിരെ ഭയങ്കരമായ ശൂലങ്ങൾ തള്ളിവിടുമ്പോഴും വാക്കിൻ്റെ വല്ലാത്ത പരാമർശങ്ങൾ ഇറക്കുമ്പോഴും അവർക്ക് വേണ്ടി പാതിരാവിൽ തഹജ്ജുദിൽ പ്രാർത്ഥിക്കാനാണ് നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിഞ്ഞുകൂടെ. കാരണം മനുഷ്യത്വം അത്രയും വലുതാണ്. അതുകൊണ്ട് ഇമോഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ ഇമോഷണൽ സ്റ്റെബിലിറ്റി ആ ഒരു മേഖലയിലേക്ക് നമ്മൾ എത്തണം, ആ ഒരു മേഖലയിലേക്ക് നമ്മൾ എത്തണം. അതിനുമപ്പുറം ഇമോഷണൽ എഡ്യൂക്കേഷൻ്റെ അപ്പുറത്തേക്ക് ഇനി ഒന്നുകൂടിയുണ്ട്, ദാറ്റ് ഈസ് വാല്യൂസ്. അതൊന്നും കൂടി എഡ്യൂക്കേഷൻ്റെ പാറ്റേണിൽ പറഞ്ഞാൽ നിങ്ങളുടെ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം, നിങ്ങളുടെ നോളജ്, അത് കഴിഞ്ഞാൽ സ്കിൽസ്. ഈ സ്കിൽസിനേക്കാൾ പ്രധാനപ്പെട്ടത് പാഷനാണ്. പാഷൻ ഇല്ലാതെ നിങ്ങൾ പോകരുത്. പാഷനേക്കാൾ അപ്പുറത്ത് വാല്യൂസാണ്. വാല്യൂസിന് നിങ്ങൾ 1ാം സ്ഥാനം കൊടുക്കണം. അത് കഴിഞ്ഞാൽ പാഷന് 2ാം സ്ഥാനം കൊടുക്കണം. 3ാം സ്ഥാനം സ്കിൽസിന്. ഇന്ന് സ്കില്ലുള്ളവരെ മാത്രം ലോകം തിരഞ്ഞെടുക്കില്ല കേട്ടോ. നിങ്ങൾ ഈ സ്കില്ലിനെ ഇങ്ങനെ വർദ്ധിപ്പിച്ച് പോയി എന്നതുകൊണ്ട് സ്കില്ലല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഏതോ എഴുതുന്ന കുട്ടി വന്നിട്ട് വാങ്ങിപ്പോയല്ലോ, അത് പാഷൻ ഉണ്ടായതുകൊണ്ട്. നിങ്ങൾക്കതിനേക്കാൾ മനോഹരമായി ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റും സ്കില്ലോടുകൂടി. പക്ഷേ പാഷൻ ഉണ്ടാകുമ്പോഴേ അതിനേക്കാൾ അപ്പുറത്തേക്ക് ചിന്തിച്ചെഴുതാൻ പറ്റൂ. നിങ്ങളൊരു അധ്യാപകനാകുമ്പോൾ 5 മണിക്ക് സ്കൂൾ വിടുന്നുണ്ടെങ്കിൽ 5:30 വരെ കുട്ടികൾക്ക് വേണ്ടി ഇരുന്ന് കൊടുക്കണമെങ്കിൽ സ്കില്ല് പോരാ, പാഷൻ ഉണ്ടാകണം. നിങ്ങൾ ഏത് പാതിരാത്രിയിലും ആര് ഹെൽപ്പിന് വേണ്ടിയിട്ട് വിളിച്ചാലും ഓടിച്ചെന്നിട്ട് അവൻ്റെ പൾസ് നോക്കാൻ കഴിയുന്ന ഡോക്ടറാകണമെങ്കിൽ അവന് സ്കില്ല് മാത്രം പോരാ, അവന് പാഷൻ ഉണ്ടാകണം. ഒരു പക്ഷേ ഈ പാഷൻ ഇല്ലാത്തതിൻ്റെ പേരിൽ അർദ്ധരാത്രിയിൽ അയാൾ പെട്ടെന്ന് മരിക്കേണ്ടി വരും. കാരണം ഇയാൾ സ്കില്ലോട് കൂടി ചിന്തിച്ചത് എൻ്റെ ഡ്യൂട്ടി 10 മുതൽ 4 വരെയാണ് എന്നതാണ്. അതുകൊണ്ട് പാഷനായിട്ട് ചെയ്യണം. പണ്ടൊരു രാജാവ് കുട്ടിയെ നോക്കാൻ വേണ്ടിയിട്ട് ഒരാളെ ഏൽപ്പിച്ചല്ലോ. സമയം കഴിഞ്ഞതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. രാജാവ് കുട്ടീനെ നോക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചതൊരു സാധാരണക്കാരൻ്റെ കയ്യിലാണ്. അയാൾ നന്നായിട്ട് കളിപ്പിക്കും, പാട്ട് പാടിപ്പിക്കും. അപ്പോൾ ഈ കളിയൊക്കെ രാജാവിന് അത്ര ഇഷ്ടമില്ല. രാജാവ് പറഞ്ഞു അങ്ങനൊന്നും ചെയ്യേണ്ട, കുട്ടിയെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഈ കുട്ടി എങ്ങനെയാണ് നോക്കേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞൊരു ലിസ്റ്റാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ലിസ്റ്റാക്കി തന്ന് രാവിലെ എഴുന്നേൽപ്പിക്കൽ, ഇതാക്കൽ, ഭക്ഷണം കൊടുക്കൽ, കളിപ്പിക്കൽ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഇയാൾ അത് മാത്രം ചെയ്തു തോന്നുന്നു. അതിലിടക്കാണ് രാജാവിൻ്റെ കുട്ടി അഥവാ രാജകുമാരൻ ഒരു ദിവസം സ്വിമ്മിംഗ് പൂളിൽ വീഴുന്നത്. അപ്പോൾ ഇയാൾ ലിസ്റ്റ് ഇങ്ങനെ മറിച്ചിട്ട് നോക്കി. അതിൽ സ്വിമ്മിംഗ് പൂൾ വീഴുമ്പോൾ എടുക്കാനുള്ളതുണ്ടോ? അത് എഴുതിയിട്ടില്ല അതിൽ. ഈ കുട്ടിയില്ലെങ്കിൽ പിന്നെ ഇയാൾക്ക് ജോലിയില്ല, ഈ കുട്ടിയില്ലെങ്കിൽ പിന്നെ ഇയാൾക്ക് ജീവിതമില്ല. അയാളെ തുറുങ്കിലടക്കം ഒരു പക്ഷേ വധശിക്ഷയ്ക്ക് വിധിക്കും. ആ കുട്ടി മുങ്ങിത്താഴുമ്പോൾ ഈ ലിസ്റ്റ് നോക്കി നിന്ന ഒരാളെപ്പോലെ ആകരുത് ഭാവിയിൽ നിങ്ങൾ. ആ കുളത്തിലേക്ക് ഊളിയിടാൻ പറ്റണം, ദാറ്റ് ഈസ് പാഷൻ. എടുത്ത് പൊക്കിയിട്ട് ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റണം, ദാറ്റ് ഈസ് വാല്യൂസ്. ഇങ്ങനെ മനുഷ്യൻ്റെ ഇരുട്ടറകളിലേക്ക് കയറിയിട്ട് അവൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചിട്ട് ഒരു സമൂഹത്തെ മൊത്തത്തിൽ മാറ്റിമറിക്കുന്നവൻ്റെ പേരാണ് സോഷ്യൽ റിഫോമർ. അത് നിങ്ങൾക്ക് എഴുത്തിലൂടെയാകാം, പ്രസംഗത്തിലൂടെയാകാം. ലോകത്തിൽ ഏറ്റവും വലിയ സ്കില്ലായിട്ട് പറയപ്പെടുന്നത് ഒന്ന് റെഫറൻസ് സ്കില്ലാണ്, മറ്റൊന്ന് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനാണ്. അത് നിങ്ങൾ ഉണ്ടാക്കിയേ പറ്റൂ. ഒന്നുകിൽ എഴുത്തിലൂടെ അല്ലെങ്കിൽ പറച്ചിൽ, ഓറലി ഓൾ റിട്ടേൺലി നിങ്ങൾ ആളുകൾക്കിടയിൽ പ്രസൻറ്റ് ചെയ്യുന്നതിൻ്റെ പേരാണ് ഈ പറയുന്ന അനലിറ്റിക് റീസണിങ്ങിന് മുമ്പുള്ള കാര്യം. അഥവാ റെഫറൻസ് സ്കില്ല് കഴിഞ്ഞാൽ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ.
ഡാറ്റകൾ അതിമനോഹരമായി ഇൻ്റർപ്രറ്റ് ചെയ്യണം. യൂണിവേഴ്സിറ്റിയിൽ പോയാൽ ഒരുപാട് PhD-കാരെ നമുക്ക് കാണാൻ പറ്റും. ബണ്ടിൽ ഓഫ് നോളജസ് ഉണ്ടാവും. ഇപ്പോൾ അതൊക്കെ പോയിട്ട് ഫ്ലഡ് ഓഫ് നോളജ് എന്നാ പറയുക, ഫ്ലഡ് ഓഫ് ഇൻഫർമേഷൻസിൻ്റെ ഒരുപാട് പ്രളയങ്ങളുള്ള ആൾക്കാരുണ്ട്. പക്ഷേ അവരധികമൊന്നും എഴുതില്ല, പ്രസംഗിക്കില്ല, ഒന്നിനുണ്ടാകില്ല. അവരാ റാഗിങ് കൊണ്ട് അങ്ങനെ നടക്കുന്നുണ്ടാവും. ഞാൻ അവരെ കുറ്റപ്പെടുത്തല്ല. അതുകൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങിയോ അല്ലാതെയോ നിങ്ങൾ എന്താകണം, സമൂഹത്തിൻ്റെ പൾസറിഞ്ഞ് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ നടത്തണം, അനലിറ്റിക് റീസണിങ് നടത്തണം. അതിമനോഹരമായി അനലിറ്റിക് റീസണിങ് നിങ്ങൾക്കുണ്ടാകണം, ക്രിട്ടിക്കൽ ഇവാലുവേഷൻ ഉണ്ടാകണം. എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചാൽ പെട്ടെന്ന് എന്താണ് ചെയ്യേണ്ടത് എന്ന് അനലിറ്റിക് റീസണിങ്, ക്രിട്ടിക്കൽ ഇവാലുവേഷൻ, ദെൻ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി. അതിമനോഹരമായി തീരുമാനങ്ങൾ എടുക്കാൻ പറ്റണം. ആ തീരുമാനങ്ങൾ എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകണം. അപ്പോഴാണ് നിങ്ങൾ ഉഗ്രപതിയായ, ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കുന്നു, ഉഗ്രപതിയായ. ഉഗ്രൻ എന്ന് പറഞ്ഞ വേറൊരു വാക്കാണ്. ഉഗ്രപതി മലയാളത്തിൽ അധികം ഉപയോഗിക്കാത്തൊരു സാധനമാണ്. ഉഗ്രമായൊരു സ്ഥാനത്തിരിക്കുന്ന ഒരാളായിട്ട് നിങ്ങൾ മാറുക. നിങ്ങൾക്ക് നോളജ് ഉണ്ട്, നിങ്ങൾക്ക് സ്കിൽസ് ഉണ്ട്, പാഷനുണ്ട്, വാല്യൂസ് ഉണ്ട്. ആ വാല്യൂസിലൂടെ കടന്നു പോകണം നമ്മൾ. അതുകൊണ്ട് പണ്ടെങ്ങോ പറഞ്ഞു പോയൊരു പ്രസംഗത്തിലെ ഒരു വ്യക്തിയെ ഒന്നുകൂടി പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഞാനൊന്ന് പറയാൻ ഒന്ന് തുനിയുന്നുവെങ്കിൽ ഞാനത് പറഞ്ഞോട്ടെ. അതുകൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളൊരു പക്ഷേ നാളെയുടെ ലോകത്തേക്ക് കടന്നു പോകും. എന്നിട്ട് നിങ്ങൾ സ്കഫോൾഡിങ് നടത്തണം. സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ഇരുമ്പിൻ്റെ സാധനങ്ങൾ. സ്കഫോൾഡിങ് ഇത് ജീവിതത്തിൻ്റെ പദ്ധതിയാണ്. ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ടിട്ട് മുകളിലേക്ക് കയറിപ്പോകുന്നതിൻ്റെ പേര് സ്കഫോൾഡിംഗ് എന്നാണ്. അങ്ങനെ നിങ്ങൾ കയറിപ്പോകണം. പക്ഷേ ഏത് ക്യാമ്പസിൻ്റെ വാതിലിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോഴും ആ വാല്യൂസ് നിങ്ങൾ കീപ്പ് ചെയ്യണം. അതിനാണ് ഇന്ന് നിങ്ങൾക്കിത് തന്നിട്ടുള്ളത്. നമ്മുടെ തൊപ്പിയിൽ ഈ ഭാഗത്തേക്കാണ് സാധാരണ ഇതിടേണ്ടത് എന്നതാണ്. അഥവാ ഇതിൻ്റെ ഒരു നൂലുണ്ടല്ലോ, അതെവിടെ പോയി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് ഈ സൈഡിലേക്ക് ഇടണമെന്നാണ്. അതൊരു മാനേഴ്സ് ആയിരിക്കാം. ഒരു അല്പം ചെരിച്ചിടണമെന്നാണ്, അതും മാനേഴ്സ് ആയിരിക്കാം. ആളുകളോട് വരുമ്പോൾ ചിരിക്കണമെന്നത് മാനേഴ്സ് ആയിരിക്കാം. അവരെ പിന്നെയും കാണുമ്പോൾ കൈയൊടുത്ത് അല്ലെങ്കിൽ നന്നായിട്ട് അഭിസംബോധന ചെയ്യുന്നത് അത് നിങ്ങൾക്ക് എന്തായിരിക്കാം, ബിഹേവിയർ ആയിരിക്കാം. പക്ഷേ ക്യാരക്ടർ, ആ ഒരു ലോകത്തിലൂടെ നിങ്ങൾ കടന്നു പോകണം. എപ്പോഴും അതിമനോഹരമായി വർത്തിക്കുന്ന ഒരാളാകണം. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ ഒരുപാട് തവണ പറഞ്ഞ ഒരാളെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. പക്ഷേ എൻ്റെ മനസ്സിൽ നിന്ന് കഥാപാത്രം പോകുന്നില്ല. നിങ്ങളെപ്പോലെ ഉമ്മയുടെ വാക്ക് കേട്ടിട്ട് വിദേശ യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിക്കാൻ പോയ നിങ്ങൾക്കൊക്കെ അറിയുന്ന MM അലി റോഡ് എന്ന് ഇന്ത്യയിലെ വ്യത്യസ്തമായ എല്ലാ ടൗണുകളിലും MM അലി റോഡുണ്ട്. MM അലി റോഡ് കോഴിക്കോടുണ്ട്. MM അലി റോഡ് ഏറ്റവും പ്രസിദ്ധമായത് ബോംബെയിലുണ്ട്. MM അലി റോഡ് ചെന്നൈയിലുണ്ട്. MM അലി റോഡ് ഡൽഹിയിലുണ്ട്. MM അലി റോഡ് കൽക്കട്ടയിലുണ്ട്. ഏത് സ്ഥലത്ത് പോയാലും MM അലി റോഡ് കാണാം. അത് നിങ്ങളിങ്ങനെ വിചാരിക്കേണ്ട ഏതായി MM അലി എന്ന്. അവിടെ ജനിച്ചു വളർന്ന ആളല്ല, അത് മൗലാന മുഹമ്മദ് അലിയാണ്. MM അലി റോഡ് എന്ന് പറഞ്ഞാൽ മൗലാന മുഹമ്മദ് അലി റോഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. 1900-കളിൽ നമുക്കറിയാം, 1910, 20, 30 ഈ കാലഘട്ടത്തിലൊക്കെ അതിഗംഭീരമായ രീതിയിൽ വലിയ വലിയ സമരങ്ങൾ ഈ ബ്രിട്ടീഷുകാർക്കെതിരെ നടക്കുന്ന ഒരു കാലം. ബ്രിട്ടീഷുകാരനെ തകർക്കാൻ ഏറ്റവും വലിയ ആയുധം അത് വിദ്യാഭ്യാസമാണെന്ന് തിരിച്ചറിഞ്ഞ കാലം. പാവം ബീഗം തൻ്റെ 2 മക്കളെ തയ്യാറാക്കുന്നു. അലി സഹോദരന്മാർ എന്നു, അലി ബ്രദേഴ്സ് എന്ന് നിങ്ങൾ വിളിക്കുന്ന 2 പേരെ, മൗലാന ഷൗക്കത്ത് അലിയെയും മൗലാന മുഹമ്മദ് അലി ജൗഹറിനെയും 2 പേരെ തയ്യാറാക്കുന്നു. അതിൽ മുഹമ്മദ് അലി ജൗഹർ ഒന്നുകൂടി കയറി പഠിക്കുന്നു. സാക്ഷാൽ ഓക്സ്ഫോർഡിൽ അദ്ദേഹം പോയി പഠിക്കുന്നു. ഇങ്ങനെ പോയി നോക്കുമ്പോൾ നിങ്ങളൊന്ന് പോകണം ഓക്സ്ഫോർഡിൽ, നിങ്ങളൊന്ന് പോകണം കാംബ്രിഡ്ജിൽ. അലൂമിനിയുടെ മെമ്പേഴ്സിലെ ആദ്യത്തെ 10 പേരെടുത്താൽ ഈ മൗലാന മുഹമ്മദ് അലി ജൗഹറുണ്ട്. കാംബ്രിഡ്ജിൻ്റെ ട്രിനിറ്റി കോളേജ്, ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ കോളേജ് ട്രിനിറ്റി. അവിടെയാണ് സർ ഐസക് ന്യൂട്ടൺ പഠിച്ചത്. അതിൻ്റെ അകത്തെ ലൈബ്രറിയിൽ നമ്മൾ പോയിട്ടുണ്ട്. അതിലിങ്ങനെ ഫോട്ടോ കാണുമ്പോൾ മൗലാന MM അലി, പിന്നെ അപ്പുറത്താണെങ്കിൽ ഓക്സ്ഫോർഡിലാണെങ്കിൽ കാംബ്രിഡ്ജിൽ ഡോക്ടർ മുഹമ്മദ് ഇക്ബാലിൻ്റെ ഫോട്ടോയുണ്ട്, ജവഹർലാൽ നെഹ്റുവിൻ്റെ ഫോട്ടോയുണ്ട്. നമ്മുടെ ഭാവി പ്രധാനമന്ത്രിയാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന അതിമനോഹരമായ ഈ പറയുന്ന ആരുടെയും രാഹുൽ ഗാന്ധിയെയും ഫോട്ടോയുണ്ട്. വെറുതെ പോകുന്നതിൽ അവിടെ പ്രസംഗിക്കാൻ. അവിടുത്തെ അലൂമിനിയാണ്. അദ്ദേഹം പഠിച്ചത് ഹാർവാർഡിലും കാംബ്രിഡ്ജിലുമാണ്. ഞാൻ ഒന്നും കൂടി പറഞ്ഞാൽ, ഈ അടുത്തിടെ 17ാമത്തെ ബെഞ്ചിൽ കൊണ്ടുപോയി ഇരുത്തിയില്ലേ ആരെ? ഈ പ്രതിപക്ഷ നേതാവിനെ, പ്രധാനമന്ത്രി. ഓഗസ്റ്റ് 15 അന്ന് പ്രധാനമന്ത്രിയുടെ തൊട്ടപ്പുറത്ത് ഒരു സീറ്റിലിരിക്കേണ്ട ആൾ തന്നെയാണ് ആരും, പ്രതിപക്ഷ നേതാവും. കാരണം രണ്ടും ഓരോ ഇതിൻ്റെ ലീഡേഴ്സാണ്. പക്ഷേ ക്ലവർലി 17ാമത്തെ പടിയിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹം അവിടെ ചിരിച്ചുകൊണ്ടിരുന്നു. ഇനി ഒരു കാലം വരുന്ന നിങ്ങൾ നോക്കിക്കോ. ഒരു കാലം വന്ന് അങ്ങനെ വരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. എന്നെങ്കിലും ഒരിക്കൽ ഈ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും. അന്ന് പ്രതികാരം ചെയ്യുന്നത് എങ്ങനെയെന്നറിയോ? അന്ന് ഇതേ മോഡിജി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ
17ാമത്തെ പടിയിൽ കൊണ്ടുപോയിരുത്തില്ല. ഓഗസ്റ്റ് 15 അന്നിരുത്തുന്നത് ഫ്രണ്ടിലായിരിക്കും. ദാറ്റ് ഈസ് റിവഞ്ച്. അതായിരിക്കണം ഒരു മാന്യൻ്റെ റിവഞ്ച്, അല്ലാതെ 18ാമത്തെ പടിയിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോകലല്ല. അത് കാണുമ്പോൾ എന്തേ നമുക്കൊന്ന് 18 കൊണ്ടുപോയി എത്തിക്കൂടായിരുന്നില്ലെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇൻ്റലക്ച്വൽ റിവഞ്ച് എന്ന് പറഞ്ഞാൽ അവരെ മുന്നിലേക്ക് കൊണ്ടുവരലാണ്. ആ ഒരു രീതിയിൽ ഇൻ്റലക്ച്വലി നിങ്ങൾ പോകുമ്പോൾ അങ്ങനെ പോയൊരു മനുഷ്യൻ്റെ പേരാണ് മൗലാന മുഹമ്മദ് അലി. ഹിഫ്ള് കഴിഞ്ഞ് കിതാബുകൾ പഠിച്ച് മൗലാന മുഹമ്മദ് അലി ജൗഹറായി. മൗലാന മുഹമ്മദ് അലി ജൗഹറാണ്, പണ്ഡിതനാണ്. നീണ്ട താടിയും തുർക്കിത്തൊപ്പിയും ധരിച്ച്, നിങ്ങളിട്ടതുപോലെയുള്ള ഗൗണുണ്ടല്ലോ അത് ഷെർവാണിയായി ധരിച്ച് UK പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ ഉമ്മ ഒരു കത്ത് കൊടുക്കുന്നുണ്ട്, ഒരു ചെറിയ കടലാസും കൊടുക്കുന്നു. കടലാസ് എന്ന് പറഞ്ഞത് തൂവാലയാണ്. ആ തൂവാലയും കൊടുക്കുന്നുണ്ട്. എന്തിനായി തൂവാല കൊടുക്കുന്നതെന്നറിയോ? മോനെ, നീ യത്തീമായിട്ട് വളർന്ന കുട്ടിയാണ്. ഉമ്മ പറഞ്ഞ വാക്കതാണ്. എല്ലാ മാതാക്കൾക്കും ഏറ്റവും വലിയ സല്യൂട്ട്. ഈ ഭീകത്തെ ആലോചിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞോട്ടെ, മോനെ, നീ പോകുന്നത് ലണ്ടനിലേക്കാണ്. മരം കോച്ചുന്ന തണുപ്പാണ് അവിടെയെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ നീ തഹജ്ജുദ് ഒഴിവാക്കാത്ത കുട്ടിയാണ്, ഖുർആൻ മനഃപ്പാടമാക്കിയ കുട്ടിയാണ്. അതുകൊണ്ട് ഏത് കാംബ്രിഡ്ജിൻ്റെ ഓരങ്ങളിൽ നീ പോയി താമസിക്കുമ്പോഴും തഹജ്ജുദ് ഒഴിവാക്കരുതേ മോനെ എന്നതായിരുന്നു ആദ്യത്തെ ആ ഉമ്മയുടെ ഏറ്റവും വലിയ ഉപദേശം. രണ്ടാമത്തെ ഉപദേശം, ഈ കർച്ചീഫുണ്ടല്ലോ, ഈ തൂവാല, ഇത് നിന്നെക്കുറിച്ചോർത്ത് കരഞ്ഞ് കരഞ്ഞ് കണ്ണീര് തുടച്ച തൂവാലയാണ്. നീ വളരുന്നതും കാത്ത്, പിതാവില്ലാത്ത മോൻ വളരുന്നതും കാത്ത് കാത്തിരുന്ന ബീഗമെന്ന എൻ്റെ കണ്ണുനീർ ഒരുപാട് തുറച്ച തൂവാലയാണ്. എപ്പോഴെങ്കിലും ഉമ്മയെ ഓർക്കണമെന്ന് നിനക്ക് തോന്നുന്നുവെങ്കിൽ ഈ തൂവാല ഒന്ന് മൂക്കിൽ വെച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഗന്ധം നിനക്കറിയും. എത്ര കവയത്രിയായിരുന്നു ആ ഉമ്മ എന്ന് നമ്മൾ ആലോചിക്കണം. ആ കുട്ടി പോകുന്നു, നിങ്ങളെപ്പോലെ കോൺവെക്കേഷനൊക്കെ കഴിഞ്ഞ് അവിടെ പോയി പഠിച്ച് തിരിച്ചു വരുന്നതൊക്കെ വലിയ ഇതിഹാസമാണ്. അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിലെത്തുമ്പോൾ ഗാന്ധിജി അടക്കം ജയിലിലാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി കോൺവെക്കേഷനിൽ ഒന്നുകൂടി ഞാൻ പറയുന്നതിൽ നിങ്ങൾ ഒരിക്കലും അതൊരു ആവർത്തന വിരസതയായിട്ട് തോന്നരുത്. എന്നിട്ട് അവസാനം തിരിച്ചു വരുമ്പോൾ ഗാന്ധിജി അടക്കം ജയിലിലാണ്. കോർട്ടിൽ കയറിയിട്ട് അദ്ദേഹത്തിൻ്റെ വാദങ്ങളും പ്രതിവാദങ്ങളും ഗാന്ധിജിയെപ്പോലെ മോചിപ്പിക്കുന്നതിൻ്റെ മുമ്പിൽ നിൽക്കുന്നു. 1931 ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ബോംബെയിൽ നിന്ന് കപ്പൽ കയറുന്ന സമയത്ത് ഇവിടെ നിന്ന് ഗാന്ധിജി അടക്കമുള്ള സംഘം ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ആളുകളുണ്ട്. ആ സമയത്ത് ചോദിച്ചു, മൗലാന, വാട്ട്സ് യുവർ മാനിഫെസ്റ്റോ? നിങ്ങളുടെ മാനിഫെസ്റ്റോ എന്താണ്? നിങ്ങളവിടെ പോയി പറയാൻ പോകുന്നത് എന്താണ്? 80 രാജ്യം ഭരിക്കുന്ന ജോർജിൻ്റെ മുമ്പിൽ നിങ്ങൾ പോയി പറയുന്നത് എന്താണ് മൗലാന എന്ന ചോദ്യത്തിന് മുഹമ്മദ് അലി ജൗഹർ കൊടുത്ത മറുപടി, തൻ്റെ ഷെർവാണിയിൽ നിന്നും പോക്കറ്റിൽ നിന്നും വിശുദ്ധ ഖുർആന്റെ പ്രതി എടുത്തുയർത്തിയിട്ട് പറഞ്ഞത്, ഇറ്റ്സ് മൈ മാനിഫെസ്റ്റോ, ഇറ്റ്സ് ഓൺലി മൈ മാനിഫെസ്റ്റോ എന്നാണ്. ഇതിലുണ്ട് എനിക്ക് പറയാനുള്ളതെല്ലാം, ഇതാണ് എൻ്റെ മാനിഫെസ്റ്റോ എന്നാണ്. ആ ധൈര്യം മൗലാന മുഹമ്മദ് അലി ജൗഹറിന് എവിടെ നിന്ന് കിട്ടിയെന്നറിയോ? പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഒരു ഉമ്മ ബീഗമായതുകൊണ്ടാണ്, ഉമ്മ ഇങ്ങനെ വളർത്തിയെടുത്തത് കൊണ്ടാണ്. അവസാനം അവിടെ പോകുന്നു, നീട്ടി പറയുന്നില്ല, തൻ്റെ ദൗത്യമെത്തുന്നു. പക്ഷേ ഇദ്ദേഹം ഓക്സ്ഫോർഡിൻ്റെ വിദ്യാർത്ഥിയാണെന്ന് അവിടെയുള്ളവർക്കറിയാം. ജോർജ് രണ്ടാമനറിയാം ഇദ്ദേഹം ഓക്സ്ഫോർഡിൻ്റെ വിദ്യാർത്ഥിയാണ്. ഇവിടെ പിടിച്ച് കസർത്തുമെന്നറിയാം. ബാക്കി പലരും വന്നിട്ടുണ്ടെങ്കിലും ഇദ്ദേഹത്തെ പോലെ സംസാരിക്കാൻ ഒരു പക്ഷെ അവർക്കാകില്ല. അതുകൊണ്ട് അധികം സമയം കൊടുക്കരുത് എന്ന് ജോർജ് തീരുമാനിക്കുന്നു. സമയം കൊടുക്കാതെ 5 മിനിറ്റ് മാത്രം കൊടുക്കുന്നു. 80 രാജ്യം ഭരിക്കുന്ന, ഞാൻ കയറിയിട്ടുണ്ട് ഈ ഒരു റോയൽ സ്റ്റേജിൽ, അഥവാ ഈ പറയുന്ന അവരുടെ കൊട്ടാരത്തിൻ്റെ അപ്പുറത്തേക്ക്, ഈ പറയുന്ന ബക്കിംഗ്ഹാം പാലസിൽ. അന്ന് ജോർജ് ഇരുന്ന ചെയർ ഇന്നും അവിടെയുണ്ട്. താഴെ എല്ലാവരും ഇരിക്കണം. വലിയ ഉയരത്തിൽ ജോർജിൻ്റെ സീറ്റ് ഇന്നുമുണ്ട്. ആ ജോർജിനെ നോക്കിക്കൊണ്ട് സമയം നീട്ടിത്തരാൻ വേണ്ടിയിട്ട് പറയുന്നു. ആ ജോർജിനെ നോക്കിക്കൊണ്ട് പറയുന്നു, സർ, എനിക്ക് കുറച്ചുകൂടി സമയം വേണം. ഐ ആം ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഇന്ത്യ. ഐ ആം ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് 32 കോസ്. 32 കോടി ജനതയുടെ പ്രതിനിധിയാണ് ഞാൻ. അതുകൊണ്ട് 1 കോടി ജനതക്ക് 1 മിനിറ്റ് താ എന്ന് പറഞ്ഞപ്പോഴേക്കും കഴിയില്ല എന്ന് പറയാം. അവസാനം വാദിച്ചിട്ട് ആ സമയം നീട്ടിക്കൊടുക്കുന്നത്. അങ്ങനെ തൻ്റെ പ്രസംഗത്തിൻ്റെ മധ്യേ മൈ ബിലോവഡ് പ്രോഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം he said that 80 രാജ്യം ഭരിക്കുന്ന ജോർജിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് എൻ്റെ സ്നേഹഭാജനമായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്നു. ഇത് വയലു പറയാൻ വേണ്ടി പോയതല്ലേ, പക്ഷേ ഓക്സ്ഫോർഡിൻ്റെ ഡിഗ്നിറ്റ്യൂഡ് പേഴ്സണാലിറ്റിയാണ്. ഒന്നുകൂടി പറഞ്ഞാൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യത്തെ ഏഷ്യക്കാരനായിട്ടുള്ള ആരാണ്? ഈ പറയുന്ന സ്റ്റുഡൻറ് എഡിറ്ററാണ്. എന്നിട്ട് പറയുന്ന വാക്ക് ഈ പറഞ്ഞപ്പോഴേക്കും പറയാണ്, സ്റ്റോപ്പ് ദേർ, ഡോണ്ട് ഇൻഡിക്കേറ്റ് ഹിയർ. ഇവിടെ പറയരുത് ആ പേരിനെ. ആ പേര് പറയാനുള്ള ഹാളല്ല ഇത് എന്ന് അന്ന് ജോർജ് രണ്ടാമൻ പറയും. ഇന്നത്തെ നെതന്യാഹുവിനെ പോലെ അന്ന് ക്രൗര്യഭാവമുള്ള ജോർജിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് തൻ്റെ മേശയിൽ എടുത്ത് അടിച്ച് എഴുന്നേറ്റിട്ട് പറഞ്ഞ വാക്കുണ്ടല്ലോ, ആ വാക്കായിരിക്കണം എന്നും നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കേണ്ടത്. ഈ കോൺവെക്കേഷനിൽ വീണ്ടും ഒരു സമ്മാനമായി നിങ്ങൾക്കത് തരുന്നു. അദ്ദേഹം പറഞ്ഞ വാക്ക്, മിസ്റ്റർ ജോർജ്, ഇഫ് യു ആസ്ക് അബൌട്ട് മൈ റിലിജിയൻ
Firstly, secondly, finally, I'm a Muslim. I'm a Muslim. I'm a Muslim only, Mr. George. If you ask about my nation, firstly, secondly, finally, I'm an Indian. I'm an Indian. I'm an Indian only, Mr. George. നിങ്ങൾ ചോദിക്കേണ്ട രാജ്യത്തെക്കുറിച്ചാണോ? ഒന്നാമതായും രണ്ടാമതായും അവസാനമായും ഞാനൊരു ഇന്ത്യക്കാരനാണ്. ഞാനൊരു ഇന്ത്യക്കാരൻ മാത്രമാണ്, മിസ്റ്റർ ജോർജ്. നിങ്ങൾ ചോദിക്കുന്നത് ഞാൻ എന്ന വ്യക്തിയെക്കുറിച്ചാണോ, എൻ്റെ മതത്തെക്കുറിച്ചാണോ? ഒന്നാമതായും രണ്ടാമതായും അവസാനമായും ഞാനൊരു മുസൽമാൻ മാത്രമാണ് എന്നതാണ്. ആ മൗലാന മുഹമ്മദ് അലി ജൗഹറാണ് നമുക്കൊക്കെ ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ മാതൃക. അഥവാ ഏത് ഓക്സ്ഫോർഡിൻ്റെയും കാംബ്രിഡ്ജിൻ്റെയും അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബ്രിട്ടീഷ് തമ്പുരാക്കന്മാരുടെ ഹാളിൽ പോയാലും ആ നീതിയുക്തമായി പറയാൻ നമുക്ക് പറ്റണം. ജസ്റ്റിസിന് വേണ്ടി വാദിക്കാൻ പറ്റണം. നമ്മുടെ മൂല്യത്തിന് വേണ്ടി വാദിക്കാൻ പറ്റണം. അതായിരിക്കണം നമ്മുടെ ദൗത്യം, അതായിരിക്കണം നമ്മുടെ ക്യാരക്ടർ. അങ്ങനെ ലോകത്തിലെ മുഴുവൻ മനുഷ്യരെയും നെഞ്ചിലേറ്റിയിട്ട് അവസാനം ആ മനുഷ്യൻ അവിടെ വീഴുകയാണ്. അവസാനം തൻ്റെ ആജ്ഞപ്രകാരം തൻ്റെ ഇതുപ്രകാരം അങ്ങോട്ട് മാറ്റുന്നു. എങ്ങോട്ട്? ഓക്സ്ഫോർഡിലേക്ക്, അതിൻ്റെ ആശുപത്രിയിലേക്ക്. അവിടെ വെച്ച് പിന്നെ അദ്ദേഹം വഴിമധ്യേ ഈ ലോകത്തോട് വിട പറയുന്നു. ബൈത്തുൽ മുഖദ്ദസിൽ അടക്കം ചെയ്യപ്പെടുന്നു. അദ്ദേഹം അവസാനം പറഞ്ഞ വാക്ക്, ദേ ആർ വെയിറ്റിംഗ് ഫോർ മീ. സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർ കാത്തിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് ഇന്ത്യയിലേക്ക് എന്നെ കൊണ്ടുപോകരുത്. ഗാന്ധിജി പറയുന്നുണ്ട്, ഇന്നേ വരെ ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കാൻ പുറത്തേക്ക് പോയിട്ട് ഇന്ത്യ കാണാതെ മരിച്ച ഒരേ ഒരാളേ ഉള്ളൂ, അത് മൗലാന മുഹമ്മദ് അലി ജൗഹറാണ് എന്ന്.